ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹാബത്തിഹി വമൻ വാലാ വബഅദ്. ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് ആരംഭിക്കുന്നത് ബുലൂഗുൽ മറാമിൽ അൽ ഹാഫിൽ ഇബ്നു ഹജർ റഹിമഹുല്ലാ ഖുശൂ ഫിസല അതിനെക്കുറിച്ചുള്ള ഹസ്, പ്രോത്സാഹനം, പ്രേരണ. ഈ അധ്യായത്തിന് ശേഷം അദ്ദേഹം ബാബുൽ മസാജിദ്, നിസ്കാരം അതിനുള്ള സ്ഥലമാണ് ഏത്? മസാജിദ്. അപ്പോൾ മസ്ജിദുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വിവരങ്ങൾ അടങ്ങിയ അധ്യായമാണ് നൽകിയിട്ടുള്ളത്. അതാണ് നമ്മൾ വിശദീകരിക്കുന്നത്. ബാബുൽ മസാജിദ്, മസ്ജിദുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം. മസ്ജിദ്, അതിൻ്റെ നിർമ്മിക്കുന്ന വിധി, അതേപോലെ തന്നെ മസ്ജിദുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ മര്യാദകൾ, മറ്റു വിധികൾ, അതൊക്കെയാണ് ഇതിലെ പ്രതിപാദ്യം. ഇസ്ലാമിൽ മസ്ജിദിന് വലിയ സ്ഥാനമാണ് അല്ലേ? മസ്ജിദിന് ഇസ്ലാമിൽ വലിയ സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഈ ഉലകത്തിൽ, ഈ ഭൗതിക ലോകത്ത്, നമ്മൾ വസിക്കുന്ന ഭൂമിയിൽ ആദ്യത്തെ നാഗരിക പ്രവർത്തനം എന്താ? അറിഞ്ഞിടത്തോളം ആദ്യത്തെ നാഗരിക പ്രവർത്തനം പള്ളി നിർമ്മാണം. ഇന്ന അവ്വല ബൈത്തിൻ ഉദിയ ലിന്നാസ് ലല്ലദീ ബിബക്ക. അതാര് നിർമ്മിച്ചു? അത് മലക്കുകൾ നിർമ്മിച്ചു, അല്ലെങ്കിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ചു, തുടങ്ങി പല അഭിപ്രായങ്ങളുമുണ്ട്. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയും നിർമ്മിച്ചത് ബൈത്തിൻ്റെ, കഅബത്തിൻ്റെ ഖവാഇദാണ്. മനസ്സിലല്ലേ? അപ്പോൾ അവിടെ ഒരു കൂനയായിട്ട് ഒരു ഭാഗം അവശേഷിച്ചിരുന്നു. അതിനെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയും നിർമ്മിച്ചിട്ടുള്ളത്, പുനർനിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ കഅബയെ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്? നിർമ്മിച്ചിട്ടുണ്ട് ഭൂമിയിൽ. പിന്നെ കഅബത്തിൻ്റെയും മസ്ജിദുൽ അഖ്സ, ജെറുസലേമിലെ പള്ളി, അതിൻ്റെയും ഇടയിൽ 40 വർഷത്തെ ക്യാപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കഅബ നിർമ്മിച്ചതിൻ്റെയും അൽ മസ്ജിദുൽ അഖ്സ പള്ളി നിർമ്മിച്ചതിൻ്റെയും ഇടയിൽ 40 വർഷമാണ് എന്ന് പറഞ്ഞു. 40 വർഷം. മനസ്സിലായി? അവിടെ ആ നിർമ്മാണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ചതും ദാവൂദ് നബിയും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും നിർമ്മിച്ചതല്ല. കാരണം അവർക്കിടയിൽ 40 വർഷമല്ല. അപ്പോൾ ആദ്യത്തെ നിർമ്മാണമായിരിക്കും അതുകൊണ്ടുള്ള ഉദ്ദേശം. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഅബ നിർമ്മാണം അത് പ്രസിദ്ധമാണ്. അത് വിശദമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള കൽപ്പന അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയത് വതഹിർ ബൈത്തിയ എന്ന് തുടങ്ങിയിട്ടുള്ള കൽപ്പന അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, അതേപോലെ ഹദീസിൽ അതിൻ്റെ നിർമ്മാണം വിശദമായി വന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും നിർമ്മാണം അത് പുനർനിർമ്മാണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് കൽപ്പിച്ചു ജെറുസലേമിലെ പള്ളി നിർമ്മിക്കാൻ, മസ്ജിദുൽ അഖ്സ, ഈലിയ പള്ളി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, അള്ളാഹുവെ എവിടെയാണ് നിർമ്മിക്കേണ്ടത്? ചരിത്രത്തിൽ കാണാം. അപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു, നിങ്ങൾ സഞ്ചരിക്കുക, സഞ്ചാര വഴിയിൽ ഒരു കുതിരപ്പടയാളി വാൾ ഉയർത്തി നിൽക്കുന്നത് കാണാം, അവിടെയാണത് നിർമ്മിക്കേണ്ടത്. അപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയി വഴിയിൽ തനിക്ക് ബോധനം ലഭിച്ചതുപോലെ തന്നെ ഒരു കുതിരപ്പടയാളി തൻ്റെ ഖഡ്ഗം ഉയർത്തി നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ച്, പറഞ്ഞു ഈ സ്ഥലം അത് വിൽക്കണമെന്ന് ചോദിച്ചു അയാളോട്. അയാൾ ഉടമപ്പെടുത്തിയ സ്ഥലമാണത്. അപ്പോൾ ആ കുതിരപ്പടയാളി പറഞ്ഞു, എന്ത് വില തരും? അപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, 1,00,000 ദീനാറാകാം, ദിർഹമാകാം, 1,00,000. അപ്പോൾ ഓക്കെ ആയി 1,00,000. പക്ഷേ ഈ കുതിരപ്പടയാളി ചോദിച്ചു, ഈ സ്ഥലമാണോ ഉത്തമം അതല്ല വിലയാണോ ഉത്തമം? ദാവൂദ് നബിയോട്. അപ്പോൾ പറഞ്ഞു സ്ഥലമാണ് ഉത്തമം. അപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയോട് അയാൾ പറഞ്ഞു, എങ്കിൽ എനിക്ക് നമ്മളുടെ ഈ കച്ചവടം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ ഒഴിവാക്കാറില്ല, അലസിപ്പിച്ചു, കച്ചവടം ഞാൻ അലസിപ്പിച്ചിരിക്കുന്നു. ദാവൂദ് നബിയുടെ അഭിപ്രായ പ്രകാരം തന്നെ, അനുവാദത്തോടു കൂടി. അങ്ങനെ അയാൾ പറഞ്ഞു 2,00,000, സ്ഥലത്തിന് 2,00,000. അങ്ങനെ വീണ്ടും കച്ചവടത്തെ അലസിപ്പിച്ചു, 5 തവണ അലസിപ്പിച്ചു. ഓരോ തവണയും ഓരോ ലക്ഷമാണ് ഏറെ ചോദിക്കുന്നത്. പിന്നീട് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അയാൾ 5ാമത് അലസിപ്പിച്ച് പറഞ്ഞ്, എങ്കിൽ ഇനി നിങ്ങളൊരു റേറ്റ് പറയുന്നതാണ്.
കച്ചവടം ഇനി മുറിക്കാൻ പറ്റില്ല, നിങ്ങളൊരു റേറ്റ് പറയാൻ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞ് ഈ സ്ഥലം നിറയെ ഒട്ടകങ്ങളെയും മാടുകളെയും ആടുകളെയും നിറച്ചിട്ട്, ഈ സ്ഥലം നിറച്ചിട്ട് ഞാൻ ആ ആട് മാടൊട്ടകങ്ങളെ ഞാൻ എന്ത് ചെയ്യും, ഈ സ്ഥലത്തിന് പകരമായിട്ട് എടുക്കും, സ്ഥലം നിങ്ങൾക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലിയരോട് പറഞ്ഞ്, ഇസ്രായേലിയരെ എല്ലാവരും തങ്ങളുടെ വക ആട് മാടൊട്ടകങ്ങളെ കൊണ്ടുവന്നിട്ട് ഈ സ്ഥലം നിറക്കണം, എന്നിട്ട് നമുക്ക് എന്ത് വേണം, ഈ സ്ഥലം വാങ്ങിക്കണം. അത് ഇസ്രായേലിയരോടെ പറഞ്ഞു. ഇസ്രായേലിയർ എന്ത് ചെയ്തു, അന്ന് രാത്രി ഈ കുതിരപ്പടയാളിയെ കൊല്ലാൻ തീരുമാനിച്ച് അങ്ങനെ അയാളുടെ വീട് ആക്രമിച്ചപ്പോൾ ഇസ്രായേലിയരല്ലേ, ഉൽക്കയിലേറെ കഴിയൂല പലപ്പോഴും. പിന്നെ ഇയാളെന്ത് ചെയ്ത്, കുതിരപ്പടയാളിയാണ് അയാൾ, അവരുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചെന്നിട്ട് പറഞ്ഞു, ദാവൂദ്, നിങ്ങൾ പിന്നെ എന്നെ കൊന്ന് ബലാത്കാരമായിട്ട് സ്ഥലം എടുക്കാനാണോ ഉദ്ദേശിച്ചത്, അതല്ല പിന്നെ റിദൻ വഷിറ, തൃപ്തിയോട് കൂടിയിട്ട് സ്ഥലം വാങ്ങാനാണോ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ തൃപ്തിപ്പെട്ടുള്ള ഇടപെടാൻ സ്ഥലം വാങ്ങുകയാണ് ചെയ്യുന്നത്, നിങ്ങളിൽ നിന്ന് ബലാത്കാരമായിട്ട് വാങ്ങല്. അപ്പോൾ പറഞ്ഞു, എന്നാൽ ഇസ്രായേലിയർ ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു പണി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വയം അയാൾ ഉദ്ദേശിച്ചത്ര ആട് മാടൊട്ടകങ്ങളെ നൽകി ആ സ്ഥലം വാങ്ങി. അവിടെയാണ് വിശുദ്ധ ജെറുസലേമിലെ പള്ളി. അള്ളാഹു സുബ്ഹാനഹു വ തആല ജൂതന്മാരുടെ മലിന ഹസ്തങ്ങളിൽ നിന്ന് അതിനെ മോചിപ്പിക്കട്ടെ. അള്ളാഹുവോട് ഒരു സുജൂദ് ചെയ്യാനുള്ള അവസരം നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. ഏതായാലും അപ്പോൾ പിന്നെ പള്ളിയുടെ നിർമ്മാണം, പിന്നെ മക്കത്തെ പള്ളി, അതേപോലെ തന്നെ ജെറുസലേം 40 വർഷത്തെ ഗ്യാപ്പാണ് അതിനിടയിലുണ്ടായത്. അപ്പോൾ നോക്കി നിങ്ങൾ, ഈ ദുനിയാവിൽ ഈ ഭൂമിയിൽ മനുഷ്യവാസത്തിൻ്റെ തുടക്കമെന്നുണ്ടോ അന്ന് തന്നെ എന്തുണ്ട്, ഇവിടെ പള്ളിയുണ്ട്. മനസ്സിലായി? ജെറുസലേമിലെ പള്ളി അതിൽ നിന്ന് 40 വർഷം പിന്നിട്ടതിന് ശേഷം നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പിന്നെ സ്ഥാനം നോക്കുകയാണെങ്കിൽ മസ്ജിദുൻ നബവി അല്ലേ, മക്കത്തെ പള്ളി, പിന്നെ ജെറുസലേമിലെ പള്ളി, അതേപോലെ തന്നെ മസ്ജിദുൻ നബവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ മക്കത്ത് വന്നു, മക്കത്ത് പള്ളിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നു, മദീനയിൽ പള്ളിയില്ല. മനസ്സിലല്ലേ? കുബയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായിട്ട് എന്ത് ചെയ്തത്, പിന്നെ ഇറങ്ങിയത്. കുബയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിയ സ്ഥലത്ത്, ബനി ഔഫിൻ്റെ ആ ഗോത്രക്കാരുടെ സ്ഥലത്ത് എന്ത് ചെയ്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഒരു പള്ളി ഉണ്ടാക്കി. അതാണ് മസ്ജിദ് ഖുബ. അവിടെ നിസ്കരിച്ചു, പിന്നീട് അത് പള്ളിയാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ കുബയിൽ കുറച്ചു കാലം നിന്നതിന് ശേഷം പിന്നെയാണ് എന്ത് ചെയ്യണത്, മദീനത്തേക്ക് പോകുന്നത്. മദീനത്തേക്ക് പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നത്തെ മദീന അല്ല, ഇന്ന് കുബാ പള്ളിയിൽ നിന്ന് മസ്ജിദ് നബവിയുള്ള ഭാഗത്തേക്ക് 1 കിലോമീറ്റർ ശരിക്ക് അല്ലേ, 1-2 കിലോമീറ്റർ ദൂരമാണ് നേരെ നടന്നാൽ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുബാ പള്ളിയിൽ നിന്ന് നേരെ പിന്നെ ഇപ്പോൾ മസ്ജിദ് ജുമുഅ ഉണ്ടോ നടക്കുന്ന പള്ളിയൊക്കെ കുറച്ച് പിന്നെ നേരിട്ടുള്ള വഴിയിലല്ല, കുറച്ച് ഇങ്ങോട്ട് തെറ്റിയിട്ടാണ്, പിന്നെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തെറ്റിയാണ്. അന്ന് ആ വഴിയെ പോകാൻ കാരണം പിന്നെ കുബാ നിവാസികൾ അവിടെ ബനു ഔഫ്, പിന്നീട് ബനു സാലിം, പിന്നെ അങ്ങനെ ഓരോ ഗോത്രങ്ങളാണ്. മസ്ജിദ് അല്ല പിന്നെ മസ്ജിദുൽ ഖിബ്ലത്തൈനെ അറിയാം, അവിടെയാണ് ബനു സലമ പാർത്തിരുന്നത്. പിന്നെയാണ് മസ്ജിദ് ബീർ റൂമാ കിണർ, അവിടെ ഒരു കാടേനി റൂമാ കിണർ കണ്ടിട്ടുണ്ടോ? മദീന പോയിട്ട് ഉംറയ്ക്ക് വന്നപ്പോൾ നമ്മൾ റൂമാ കിണറിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. റൂമാ കിണർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, മസ്ജിദ് കുബ സ്ഥിതി ചെയ്യുന്നിടത്ത് റൂമാ കിണർ സ്ഥിതി ചെയ്യുന്നവരെയുള്ള ആ ഭാഗങ്ങളിലായിരുന്നു അന്ന് മദീന നിവാസികൾ പാർത്തിയിരുന്നത്, ഗോത്രങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ വന്നിട്ട് ഈ ഗോത്രങ്ങളിലൂടെയാണ് പിന്നെ എവിടേക്ക് വരുന്നത്, മദീനത്തേക്ക് വരുന്നത്, ചുറ്റിയാണ് വരുന്നത്. ഓരോ ഗോത്രങ്ങളിലൂടെയും പോയിട്ട് അവസാനമാണ് വരുന്നത്. ഓരോ വീടുകളും ഗോത്രങ്ങളും ഒട്ടകത്തിനെ പിടിച്ച് വലിക്കുമ്പോൾ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ദഊഹ ഫഇന്നഹ മഅ്മൂറ. മനസ്സിലല്ലേ? ഒട്ടകത്തിന് വിടുക, അതൊരു കൽപ്പനയ്ക്ക് വിധേയമായിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒട്ടകത്തെ വിടാൻ പറഞ്ഞു. അങ്ങനെ ഒട്ടകം സ്വയമേവ ചലിച്ചു പോയി. അങ്ങനെയാണ് പിന്നെ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആലാൻ്റെ വീട്ടും വരത്ത് എന്ത് ചെയ്യുന്നത്, അവിടെ പോയിട്ട് ഒട്ടകം മുട്ടുകുത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ അയ്യൂബുൽ അൻസാരിയുടെ വീട്ടിലാണ് എന്ത് ചെയ്യുന്നത്, താമസിക്കുന്നത്. ഇതൊക്കെ ചരിത്രത്തിൽ ഓരോ വിഷയമാണ്. ഏതായാലും അബൂ അയ്യൂബുൽ അൻസാരിയുടെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസം തുടങ്ങിയപ്പോൾ അബൂ അയ്യൂബ് റളിയല്ലാഹു തആലാൻ്റെ വീട്ടും വരത്ത് ഒരു തോട്ടാണ്, അതിൽ വെള്ളമുണ്ട്, തോട്ടമുണ്ട്, വെള്ളമുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഈ തോട്ടം ആരാണ്, ആരുടേതാണ്? അപ്പോൾ അബൂ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കീഴിലുള്ള 2 യതീം കുട്ടികളുടേതാണ്. സഹൽ, സുഹൈൽ എന്നാണ് ആ കുട്ടികൾക്ക് പേര്, യതീം കുട്ടികൾ. ആ യതീം കുട്ടികളുടേതാണ് ഈ തോട്ടം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞ്, ഈ തോട്ടം നിങ്ങളെനിക്ക് വിലക്ക് തരണം,
നമുക്ക് കുട്ടികൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ വില കൊടുക്കാം. 20 ദീനാർ വില നിശ്ചയിച്ചിട്ട് അത് റസൂലിനെ ചോദിച്ചു. അപ്പോൾ അബൂ ഇത്ബ പറഞ്ഞു, റസൂലെ ഞാനത് ഫ്രീ ആയിട്ട് തരാം, കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇതിന് പകരം വേറെ സ്ഥലം വാങ്ങിക്കൊടുക്കാം, കുഴപ്പമില്ല അത്. അപ്പോൾ റസൂലിനെ സമ്മതിച്ചില്ല. റസൂൽ പറഞ്ഞാൽ അതിന് വില കെട്ടാൻ പറഞ്ഞു. എന്നിട്ട് വില 20 ദീനാർ നിശ്ചയിച്ച് അങ്ങനെ ആ വില നൽകിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ഥലം വാങ്ങി. അങ്ങനെ അവിടെ നിരത്തി, അവിടുത്തെ പിന്നെ ഈത്തപ്പനകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിരത്തി ശരിയാക്കിയതിന് ശേഷം പിന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നത്, മസ്ജിദ് നബവി നിർമ്മിക്കുന്നത്. അത് റസൂലുള്ളാഹിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലെത്തിയ ആദ്യ പരിപാടിയാണ്. അപ്പോൾ ഇതൊക്കെ എന്താ അറിയിക്കണത്, മസ്ജിദിന് ഇസ്ലാമിലുള്ള സ്ഥാനമാണ്. മസ്ജിദ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു. നബിമാർ മസ്ജിദുകൾ നിർമ്മിച്ചു, മനസ്സിലല്ലേ? അവരുടെ പ്രധാനപ്പെട്ട കർമ്മങ്ങളിൽ ഒരു കർമ്മമായിരുന്നു മസ്ജിദ് നിർമ്മിക്കുക എന്നുള്ളത്. അവർ നേരിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്മായിലും അലൈഹി സ്വലാത്തു വസ്സലാം നേരിട്ടാണ് എന്ത് ചെയ്യണത്, കഅബയെ നിർമ്മിക്കണത്, മനസ്സിലല്ലേ? അതേപോലെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിർമ്മാണം, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർമ്മാണം നേരിട്ട് പങ്കെടുത്തിട്ടുള്ള നിർമ്മാണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്ല് ചുമന്നിരുന്നു, സഹാബത്തിനോടൊത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർമ്മിച്ചിരുന്നു. പള്ളി നിർമ്മാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മഹൽ കർമ്മമാണ് ഇസ്ലാമിൽ. അതിനുള്ള കൽപ്പനയുണ്ട്. നബിമാരുടെ പ്രവൃത്തിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതേപോലെ ഈ നബിമാരൊക്കെ കാണിച്ചു തന്നിട്ടുള്ളതായ സൽപ്രവൃത്തിയാണ് പള്ളി നിർമ്മാണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ബനാ ലില്ലാഹി ബൈത്തൻ ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന. അള്ളാഹുവിന് ഒരു ബൈത്ത്, അതാണ് മസ്ജിദ്, ഒരാൾ നിർമ്മിച്ചാൽ അയാൾക്ക് സ്വർഗ്ഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വീട് നിർമ്മിക്കും എന്നാണ്. ചെറിയ ഒരു മഖ്ഫിസ് ത്വയ്ർ എന്നാണ്, ഒരു പക്ഷി അടയിരിക്കുന്ന മുട്ടയിട്ടിരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അത്ര വലിപ്പത്തിലുള്ള പള്ളിയാണെങ്കിലും ശരി എന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അതാണ് പിന്നെ പള്ളിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ല ഈ ബാബിൽ മസ്ജിദുമായി ബന്ധപ്പെട്ടുള്ളതായ ചില ഹദീസുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ പിന്നെ അദബുകളായിട്ട് ഹുക്കുമുകളായിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പിന്നെ ഈ ഹദീസുകൾ നൽകിയിട്ടുള്ളത്. ഒന്നാമത്തെ ഹദീസ്, അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ അമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിബിനാഇൽ മസാജിദ് ഫിദ്ദൂരി വഅൻ തുനദ്ദഫ് വതുതയ്യബ്. റവാഹു അഹ്മദ് വഅബൂ ദാവൂദ് വത്തുർമുദി വസഹഹ ഇർസാലഹു. അങ്ങനെയല്ലേ ഉള്ളത്? തയ്യബ്. അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ, ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് നിവേദനം. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ അവർ പറയാണ്, അമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. എന്തിന് കൽപ്പിച്ചു? ബിബിനാഇൽ മസാജിദ്, മസ്ജിദുകൾ നിർമ്മിക്കുവാൻ. ബിനാ എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക. ബിബിനാഇൽ മസ്ജിദ്, മസ്ജിദുകളെ നിർമ്മിക്കുവാൻ. മസ്ജിദ് എന്ന് എന്താ? സുജൂദ് ചെയ്യാനുള്ള സ്ഥലം എന്നാണ്, സുജൂദ് ചെയ്യാനുള്ള സ്ഥലം. മസ്ജിദുണ്ട്, ജാമിയുണ്ട്, മസ്ജിദുണ്ട്. എന്താ ജാമിയവും മസ്ജിദും തമ്മിലുള്ള വ്യത്യാസം? അതായത് വെള്ളിയാഴ്ച ജുമുഅക്ക് ആളുകളെ കൂടുതൽ സംഘടിപ്പിക്കുവാനും ജുമുഅ നിർവഹിക്കപ്പെടാനും ഒരുക്കപ്പെട്ട സ്ഥലമാണെന്ത്? ജാമിയ. മനസ്സിലല്ലേ? 5 വക്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുവാൻ നിർമ്മിക്കപ്പെടുന്ന എടുപ്പുകളാണെന്ത്? മസ്ജിദുകൾ. ആ 2 പദങ്ങളും ഒന്നിച്ച് പറയുമ്പോൾ അതിനുള്ള വ്യത്യാസം അതാണ്. അതേസമയം ഇല്ല എങ്കിൽ മസ്ജിദ് എന്താണ്? മസ്ജിദ് ജാമിയുമാണ്. പക്ഷേ എല്ലാ മസ്ജിദും ജാമിയ ആകൂല. ജാമിയ ആകണമെങ്കിൽ ആളുകളെ സംഘടിപ്പിക്കപ്പെടുകയും അതിൽ ജുമുഅ നിർവഹിക്കപ്പെടുകയും വേണം. അമർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമനാഇൽ മസാജിദ്, മസ്ജിദുകൾ നിർമ്മിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. ഫിദ്ദൂർ, ദൂർ എന്ന് പറഞ്ഞാൽ, ദൂർ എന്ന് പറഞ്ഞാൽ 2 അർത്ഥത്തിന് പ്രയോഗിക്കും, മനസ്സിലല്ലേ? ഈ ഗോത്രങ്ങൾ, താമസ സ്ഥലങ്ങൾ. ദൂർ എന്ന് പറഞ്ഞാൽ താമസ സ്ഥലങ്ങൾ. താമസ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഗോത്രങ്ങളിൽ, മക്കാൻ അസുഖന, താമസ സ്ഥലങ്ങൾ, ആളുകളുടെ താമസ സ്ഥലങ്ങളുണ്ടല്ലോ, അവിടങ്ങളിൽ പള്ളികളെ നിർമ്മിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. അല്ലെങ്കിൽ ദൂർ എന്ന് പറഞ്ഞാൽ വീട്. ദൂർ എന്ന് ആർക്ക് പറയും? ദാറുൻ ജംഉ ദൂർ. ദാർ എന്ന് പറഞ്ഞാൽ വീട്, ദൂർ അതിൻ്റെ ബഹുവചനം.
വീടുകളിൽ മസ്ജിദുകളെ നിർമ്മിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. വഅൻ തുനദ്ദഫ് മസ്ജിദുകൾ വൃത്തിയാക്കപ്പെടുവാനും. നദ്ദഫ എന്നാൽ വൃത്തിയാക്കി. തുനദ്ദഫ മസ്ജിദുകളെ വൃത്തിയാക്കപ്പെടൽ. അൻ തുനദ്ദഫ് വൃത്തിയാക്കപ്പെടൽ. അതിനും തുതയ്യബ് ത്വയ്ബ് സുഗന്ധം. തുതയ്യബ് എന്ന് പറഞ്ഞാൽ സുഗന്ധം പൂശുവാനും. മസ്ജിദുകൾ സുഗന്ധം എന്തായാലും പറയാ സുഗന്ധമയമാക്കുവാൻ. അതെ, സുഗന്ധമയമാക്കപ്പെടുവാൻ. അമർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിബിനാഇൽ മസാജിദി ഫിദ്ദൂർ, താമസ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വീടുകളിൽ പള്ളികൾ നിർമ്മിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. വഅൻ തുനദ്ദഫ് പള്ളികൾ വൃത്തിയാക്കപ്പെടുവാനും. വതുതയ്യബ് സുഗന്ധമയമാക്കപ്പെടുവാനും, സുഗന്ധപൂരിതമാക്കപ്പെടുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. റവാഹു അഹ്മദ്, ഇമാം അഹ്മദ് മുസ്നദിൽ റിവായത്ത് ചെയ്തു. അബൂദാവൂദ്, ഇമാം അബൂദാവൂദ് സുനനിൽ റിപ്പോർട്ട് ചെയ്തു. തുർമുദി, ഇമാം തുർമുദി സുനനിൽ റിപ്പോർട്ട് ചെയ്തു. വസഹഹ ഇർസാലഹു, ഇമാം തുർമുദി ഈ ഹദീസ് മുർസലായി സഹീഹ് ആണ് എന്ന് വിശേഷിപ്പിച്ചു. മുർസലാണെന്ന്, മുർസൽ എന്ന് പറഞ്ഞാൽ എന്താ? റാവി, സഹാബിയാകുന്ന റാവി കളയപ്പെട്ടത് എന്നാണ്. അതായത് ഇമാം തുർമുദിയുടെ വീക്ഷണമാണ്. ഹദീസ് മുർസലാണ്, സഹീഹാണ്. പക്ഷേ ഈ ഹദീസ് സഹീഹാണ്, മുർസലല്ലാതെ തന്നെ എന്താണ്? ഇമാം തുർമുദിയുടെ ഹുക്മ മുർസലായിട്ട് സഹീഹ് എന്നാണ്. യഥാർത്ഥത്തിൽ ഹദീസ് സഹീഹാണ്, മൗസൂലായിട്ട് തന്നെ, കണ്ണി നഷ്ടപ്പെടാതെ കണ്ണി ചേർന്നുകൊണ്ട് തന്നെ ഈ ഹദീസ് സഹീഹാണ്. ഇമാം ഇബ്നു ഹിബ്ബാൻ ഈ ഹദീസിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. തയ്യബ്, ഇവിടെ പള്ളി നിർമ്മിക്കാനുള്ള കൽപ്പന ഉണ്ട്. പള്ളി നിർമ്മിക്കാനുള്ള കൽപ്പനയാണ് ഈ ഹദീസുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അദിനല്ലാഹു അൻ തുർഫ വയുദ്കറ ഫീഹ ഇസ്മുഹു. അദിനല്ലാഹ്, അല്ലാഹു പ്രഖ്യാപിച്ചു, അറിയിച്ചു. അൻ തുർഫ പള്ളികൾ ഉയർത്തപ്പെടുവാൻ. പള്ളി ഉയർത്തപ്പെടാനുള്ള അള്ളാഹിൻ്റെ അറിയിപ്പുണ്ട്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയാണ്. പക്ഷേ ഇവിടെ ഫിദ്ദൂർ വീടുകളിൽ അല്ലെങ്കിൽ താമസ സ്ഥലങ്ങളിൽ, ഖബായിലുകളിൽ, ഗോത്രങ്ങളിൽ, ആളുകൾ പാർക്കുന്ന സ്ഥലങ്ങളിൽ പള്ളികൾ നിർമ്മിക്കപ്പെടണം. എന്തിനാ പള്ളികൾ നിർമ്മിക്കണത്? ആളുകൾക്ക് പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം, ഖലീഫമാർ മുസ്ലിം നാടുകൾ വിസ്തൃതി പൂണ്ടപ്പോൾ ആ നാടുകളിലൊക്കെ എന്ത് ചെയ്തിരുന്നതാണ്? താമസ സ്ഥലങ്ങളിലൊക്കെ പള്ളി ഉണ്ടാക്കാൻ കൽപ്പിച്ചിരുന്നു. താമസ സ്ഥലങ്ങളിൽ പള്ളികൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചിരുന്നു. ദൂർ എന്ന് പറഞ്ഞാൽ വീടുകൾ എന്ന അർത്ഥത്തിലും വരും ദൂർ. അപ്പോൾ വീടുകളിൽ പള്ളി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വീട്ടിലൊരു സ്ഥലം പള്ളിയായിട്ട് നിസ്കരിക്കാനുള്ള ഇടമായിട്ട് തീരുമാനിക്കുക, നിശ്ചയിക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന് പള്ളിയിലെത്താൻ വിഷമമായി. കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ വീടും പള്ളിയുള്ള സ്ഥലമുണ്ടല്ലോ, അത് അവിടെ അതിനിടയിൽ ഒരു തോട് വന്ന് അദ്ദേഹത്തിന് അത് മുറിച്ചെടുത്തിട്ട് പള്ളിക്കൊക്കെ എത്താൻ പ്രയാസമായി രാത്രി സമയങ്ങളിൽ. ആ പള്ളിയിലെത്താൻ ന്യായമായ ശർഈയായ ഒരു ഉദ്റുണ്ടായപ്പോൾ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, റസൂലിൻ്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങളൊരു നിസ്കരിക്കാനുള്ള സ്ഥലം കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ട് അദ്ദേഹത്തിന് നമസ്കരിക്കാനുള്ള സ്ഥലം ആ വീട്ടിൽ കാണിച്ചു കൊടുത്തതാണ്. അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി നിസ്കരിച്ചു, ഞങ്ങൾ പിന്നിൽ നിന്ന് നിസ്കരിച്ചു. അതേപോലെ തന്നെ ഉമ്മു വറഖയുടെ ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ വീട്ടിൽ ചെന്നു റസൂലുള്ളാഹിനോട് അവർ പറഞ്ഞ് ഞങ്ങൾക്കൊരു മസ്ജിദ് കാണിച്ചു തരാൻ പറഞ്ഞു, നിസ്കരിക്കാനുള്ള സ്ഥലം. അങ്ങനെ ആ സ്ഥലത്തെ മസ്ജിദായിട്ട് എന്ത് ചെയ്തു? നിസ്കരിക്കാനുള്ള സ്ഥലമായിട്ട് വീട്ടിൽ നിശ്ചയിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ വീടുകൾ നിർമ്മിക്കുമ്പോൾ അവിടെ ഒരു നിസ്കാര സ്ഥലം പ്രത്യേകമാക്കിയിട്ട്, മനസ്സിലായില്ലേ? മറ്റോടത്തൊക്കെ എപ്പോഴും കയറി ഇറങ്ങിയും പള്ളി നിസ്കരിക്കുന്ന സ്ഥലമാകുമ്പോൾ അതിനെന്തുണ്ട്? ഒരാദരവ്, അതിൽ പാടുള്ളതുണ്ട്, പാടില്ലാത്തതുണ്ട്, ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ആ നിലക്കൊരു സ്ഥലം വീടുകളിൽ നിശ്ചയിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതിനെ തെളിവ് അറിയിക്കുന്നുണ്ട്, തെളിവുകൾ അറിയിക്കുന്നുണ്ട്. പിന്നെ വഅൻ തുനദ്ദഫ് വീടുകൾ, പള്ളികൾ എന്ത് ചെയ്യണം? പള്ളികൾ വൃത്തിയാക്കപ്പെടണം. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല, അമലുകൾ എനിക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നു പള്ളികളിൽ നിന്ന് എടുത്തെറിയപ്പെടുന്ന ഖദാത്ത് വരെ. ഖദാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ
പിന്നെ തോല്, പിന്നെ തൂവൽ, ഇതൊക്കെ അല്ലേ അങ്ങനത്തെ ചെറിയ വൃത്തികേടുകളാണ്. അതുവരെ വൃത്തിയാക്കപ്പെടുന്നതിൻ്റെ മഹത്താണ് പറയുന്നത്. പള്ളി അടിച്ചു വരുന്ന സ്ത്രീ മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കാണാത്തപ്പോൾ ചോദിക്കുകയാണ് അവരെവിടെയെന്ന്. അപ്പോൾ പറയുകയാണ് അവർ മരണപ്പെട്ടു രാത്രി, ഞങ്ങൾ പെട്ടെന്ന് മറമാടി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, അഫല ആദൻതുമുനി, നിങ്ങൾക്ക് എന്നോടൊരു വിവരം പറഞ്ഞുകൂടായിരുന്നോ? എന്നിട്ട് ദുല്ലൂനി അലാ ഖബരി, അവരുടെ ഖബർ കാണിച്ചു തരാൻ പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി ഖബറിൻ്റെ അടുത്ത് പോയിട്ട് അവർക്ക് വേണ്ടിയിട്ട് നിസ്കരിച്ചു. കാരണം എന്താ? അവരെന്താ ചെയ്തിരുന്നത്? അവർ ചെയ്തിരുന്നത് വലിയൊരു മുഹിമ്മത്താണ്. എന്താ മുഹിമ്മത്ത്? പള്ളി വൃത്തിയാക്കുക എന്നുള്ളതാണ്. പള്ളി വൃത്തിയാക്കുക എന്നുള്ളതാണ്. പള്ളി വൃത്തിയാക്കി സൂക്ഷിക്കുന്നത് അത് മഹത്തായ കർമ്മമാണ് എന്നുള്ളതാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാൻ്റെ ചരിത്രത്തിൽ കണ്ടോ, അദ്ദേഹത്തിന് വേണ്ടി ചരിത്രം സൂക്ഷിച്ച കുറേ മഹൽ ചരിത്രങ്ങളുണ്ട്. അതിലൊരു ചരിത്രമാണ് അദ്ദേഹം പള്ളി വൃത്തിയാക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യം. മനസ്സിലല്ലേ? ശിഷ്യഗണങ്ങളോടൊത്ത് അദ്ദേഹം ക്ലാസ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ പള്ളിയിലൊരു രോമം കിടക്കുന്നുണ്ട്, ഒരു മുടി കിടക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? ഇമാം ബുഖാരി ആ മുടി ആരും അറിയാതെ എടുത്ത് അതൊരു ശിഷ്യൻ കണ്ട് മുടി ഇങ്ങനെ ഇമാം ബുഖാരി എടുക്കണത് ഒരു ശിഷ്യന് കണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ഇമാം ബുഖാരി അത് പോക്കറ്റിലിട്ട്, ആരും അറിയരുത്, ലോകമാന്യതയില്ലാത്ത കർമ്മം ചെയ്യാനുള്ള ഇമാം ബുഖാരിൻ്റെ ആ തത്രപ്പാടാണ്. അങ്ങനെ ചെയ്ത് ക്ലാസ്സിൽ പിരിഞ്ഞ് എല്ലാവരും പുറത്തിറങ്ങി, ഇമാം ബുഖാരിയും പുറത്തിറങ്ങി. അപ്പോൾ ഈ കണ്ടതുണ്ടല്ലോ, ഈ മുടി എടുത്ത് കണ്ട ശിഷ്യനുണ്ടല്ലോ, അതേ ഇമാം ബുഖാരി അദ്ദേഹത്തെ നിരീക്ഷിക്കുന്നില്ല, പക്ഷേ അതേ ഇമാം ബുഖാരിയെ നിരീക്ഷിക്കുന്നത് എന്താണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും പിരിഞ്ഞു പോയി. ഇമാം ബുഖാരി കുറച്ചിങ്ങനെ പിന്തി. പിന്നെ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെ ഇമാം ബുഖാരി നോക്കുകയാണ്. ആരും നോക്കണില്ല. കണ്ടപ്പോൾ ഇമാം ബുഖാരി എന്ത് ചെയ്ത്? ഈ മുടി എടുത്തിട്ട് പുറത്തിട്ട്, പള്ളി വൃത്തിയാക്കാൻ വേണ്ടി അദ്ദേഹം പുറത്തിട്ട്, അത് ആരും കാണരുതെന്നുള്ള ഇഖ്ലാസിൽ ചെയ്യാണ് അദ്ദേഹം. പക്ഷേ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വേണ്ടി സൂക്ഷിച്ചു. അത് കാണാൻ അള്ളാഹു എന്ത് ചെയ്തു? ഒരാളെ നിശ്ചയിച്ചു. അത് അദ്ദേഹത്തിൻ്റെ ഇഖ്ലാസിൻ്റെ ഊക്കാണ് എന്നുള്ളത് ലോകം വായിക്കാൻ ആ ചരിത്രം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സൂക്ഷിച്ചു. കണ്ട, പള്ളി വൃത്തിയാക്കിയപ്പോൾ അതിൻ്റെ ആ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നിശ്ചയിച്ചതാണ്. ഏതായാലും പള്ളി വൃത്തിയാക്കപ്പെടുവാനും തുതയ്യബ്, എന്താ തുതയ്യബ്? സുഗന്ധമയമാക്കപ്പെടുക പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ വൃത്തികേട് പാടുള്ളതല്ല. ഉള്ളി തിന്ന്, വെള്ളുള്ളി തിന്ന്, ഉള്ളിപ്പുല്ല് തിന്ന്, മനസ്സിലല്ലേ? അതേപോലെ തന്നെ മനുഷ്യർക്ക് ഉപദ്രവകരമാകുന്ന കാര്യങ്ങളൊക്കെ മലക്കുകൾക്ക് ഉപദ്രവകരമാകും. അപ്പോൾ അങ്ങനത്തെ ഗന്ധങ്ങളൊന്നും പള്ളിയിൽ പാടുള്ളതല്ല. പള്ളി അത് സുഗന്ധമയമായിരിക്കണം എന്നുള്ളതാണ്. അതിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു എന്നാണ് ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ ഇവിടെ പറയുന്നത്. ഹദീസ് സഹീഹാണ്. ഇമാം അബൂ ദാവൂദും ഇമാം തുർമുദിയും ഇമാം അഹ്മദും ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇബ്നു ഹിബ്ബാൻ ഈ ഹദീസിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ ഹദീസ്. ഇനി രണ്ടാമത്തെ ഹദീസ്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതല അല്ലാഹുൽ യഹൂദ് ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്. എന്താ? ഖാതലല്ലാഹ്, അള്ളാഹു ശപിക്കട്ടെ. ഖാതല എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം ലഅന എന്നാണ്. ലഅന ഖാതല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നോക്കി നിങ്ങൾ, ശപിച്ചു എന്നാണ്. ലഅന ശപിച്ചു. ഖാതല അല്ലാഹുൽ യഹൂദ്, ജൂതരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഇത്തഖദു അവർ സ്വീകരിച്ചു, ഖുബൂറ അംബിയാഇഹിം അവരുടെ നബിമാരുടെ ഖബറുകളെ എന്തായി സ്വീകരിച്ചു? മസാജിദ്, മസ്ജിദുകളായി, ആരാധനാലയങ്ങളായി, മസ്ജിദുകളായി സ്വീകരിച്ചു. അപ്പോൾ നബിമാരുടെ, തങ്ങളിൽ പ്രവാചകന്മാരുടെ ഖബറുകളെ മസ്ജിദുകളായി, ആരാധനാലയങ്ങളായി സ്വീകരിച്ചു. ആര്? ജൂതന്മാർ. അള്ളാഹു ജൂതരെ ശപിച്ചിരിക്കുന്നു എന്ന പ്രസ്താവനയാണ്. ഖാതല എന്ന് പറഞ്ഞാൽ ഫിഅ്ൽ മാദിയാണ് അല്ലേ? ശപിച്ചിരിക്കുന്നു. പക്ഷേ അത് എന്താണ്? അത് ശപിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന കൂടിയാണ്. ശപിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന കൂടിയാണ്. അവർക്കെതിരിലുള്ള പ്രാർത്ഥനയാണ്. ഖാതലല്ലാഹുൽ യഹൂദ വന്നസറ. അപ്പോൾ ഈ ജുംല അത് ഖബരിയായ ജുംലയാണെങ്കിലും പ്രസ്താവനാ വചനമാണെങ്കിലും അത് ഇൻഷായിയത്ത് കൂടിയാണ്. മനസ്സിലായി? അതിലൊരു പ്രാർത്ഥന അടങ്ങിയിട്ടുണ്ട്. അവർക്കെതിരിലുള്ള പ്രാർത്ഥന ഉണ്ട്. വസാദ മുസ്ലിമുൻ, ഇമാം മുസ്ലിമിൻ്റെ റിവായത്തിൽ ഇത് മുത്തഫഖുൻ അലൈഹിയാണ്. ഈ ഹദീസാണ് മുത്തഫഖുൻ അലൈഹിയാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും അബൂ ഹുറൈറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. മുത്തഫഖുൻ അലൈഹി. പക്ഷേ
മുസ്ലിമിൻ്റെ റിപ്പോർട്ടിൽ വസാദ മുസ്ലിമുൻ, മുസ്ലിമിൻ്റെ റിപ്പോർട്ടിൽ ഈ ഹദീസിൽ വൻ നസാറ, നസാറ എന്നുകൂടി ഉണ്ട്. നസാറ എന്ന് പറഞ്ഞാൽ ആരാ? നസാറ എന്ന് പറഞ്ഞാൽ ക്രൈസ്തവരാണ്. അപ്പോൾ ഇവിടെ ഖാതലല്ലാഹുൽ യഹൂദ വൻ നസാറ എന്നവിടെ ഉണ്ട്. മുസ്ലിമിൻ്റെ റിവായത്തിൽ ഏറെയുണ്ട്. അതുവരെ മനസ്സിലാക്കാം. ജൂതരും ക്രൈസ്തവരും ശപിക്കപ്പെട്ടു. അവരൊക്കെ എതിരിൽ ശാപപ്രാർത്ഥനയാണ്. എന്തേ അവർ ചെയ്ത കുറ്റം? അവരുടെ നബിമാരുടെ ഖബറുകളെ അവർ മസ്ജിദുകളാക്കി എന്നുള്ളതാണ്, ആരാധനാ സ്ഥലങ്ങളാക്കി എന്നുള്ളതാണ്. മക്ബറകൾ മസ്ജിദുകളാക്കിയാൽ അതിലെന്തിനാ ശപിക്കണ്? മക്ബറകളെ മസ്ജിദുകളാക്കിയത് കൊണ്ടാണ് എന്ത് ചെയ്യണത്? ശപിക്കണത്. എന്തിനാ? ചിലർ ധ്യാനത്തിലേക്ക് പോകുന്നുണ്ട്. ധ്യാനത് കഴിഞ്ഞിട്ടാക്കുക. ഇൽമിനനുസരിച്ചാണ് ഇബാദത്ത്. പിന്നെ അതായത് മക്ബറയിലാകുമ്പോൾ എന്ത് ചെയ്യും? മനുഷ്യന്മാരുടെ ഇതിപ്പോൾ നബിമാരാണ്, അതുകൊണ്ട് നബിമാരുടെ ഭൗതിക ശരീരം എന്ത് ചെയ്യൂല? ഭൂമിയിൽ അഴകൂല, ഭൂമി തിന്നൂല. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ മറ്റ് മനുഷ്യരെ പോലെയല്ല. മറ്റ് മനുഷ്യന്മാരെ അടക്കിയിട്ടുണ്ടെങ്കിൽ എന്താവും? അവരുടെ ഭൗതിക ശരീരം ജീർണിക്കും, വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ സ്ഥലം എന്താകും? നജസ്സാകും. അവിടെ നജസ്സാവും. ആ നജസ്സാവും എന്ന് വിചാരിച്ചിട്ട് മക്ബറകളെ മസ്ജിദാക്കരുതെന്ന് പറഞ്ഞ് മനസ്സിലല്ലേ? ഇവിടെ നബിമാരെ സംബന്ധിച്ചിടത്തോളം നബിമാരുടെ ഭൗതിക ശരീരം എന്താവില്ല, മണ്ണ് നിന്നില്ല. അതേസമയം ചില റിപ്പോർട്ടുകളിൽ കാണാം അവരിലെ സാലിഹീങ്ങളുടെ ഖബറുകൾ എന്ത് ചെയ്തു എന്നാണ്? ആരാധനാലയങ്ങളാക്കിയെന്നാണ് പൂർവികർ. അപ്പോൾ സാലിഹീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൗതിക ശരീരം മണ്ണിൽ അഴകും. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ നജസ് ഉണ്ടാകും, മണ്ണ് നജസ്സാകും. ഇങ്ങനെയൊക്കെ അതുകൊണ്ടാണ് ശപിച്ചത്. പള്ളി നജസ്സാക്കി എന്നുള്ളതുകൊണ്ട്, പള്ളി നജസ്സാക്കിയത് കൊണ്ടല്ല ശപിച്ചത്. പിന്നെയോ പള്ളിയെ ഷിർക്കിൻ്റെ സ്ഥലങ്ങളാക്കി എന്നുള്ളത് കൊണ്ടാണ്. ആത്മീയമായിട്ട് നജസ്സാക്കി, അതാണ് ഷിർക്ക്. ഭൗതികമായിട്ടുള്ള നജസ്സല്ല, ആത്മീയമായിട്ടുള്ള ഷിർക്ക് അവിടെ ഉണ്ടാക്കി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഷിർക്കിന് വസീലയാക്കി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യഹൂദന്മാരെ ശപിച്ചത്, നസാറാക്കളെ ശപിച്ചത്. ഇത്തഹദു ഖുബൂർ അംബിയാഹിം എന്നാണ്, തങ്ങളുടെ നബിമാരുടെ ഖബറുകളെ അവർ സ്വീകരിച്ചു എന്നാണ്. യഹൂദന്മാർ ശരിയാണ്, യഹൂദന്മാരിലേക്ക് കുറേ നബിമാർ വന്നിട്ടുണ്ട്. നസാറാക്കളിലേക്ക് എത്ര നബിമാർ വന്നിട്ടുണ്ട്? നസാറാക്കൾക്ക് എത്ര നബിയാണുള്ളത്? ഈസാ നബിയാണുള്ളത്. ഈസാ നബി മരിച്ചിട്ടുമില്ല, അദ്ദേഹത്തിന് ഖബറുമില്ല. അപ്പം പിന്നെ എന്തിനാണ് ഇവരെ നസാറാക്കളെ ശപിച്ചത്? യഹൂദർ ശരിയാണ്, അവരിലേക്ക് കുറേ നബിമാർ വന്നിട്ടുണ്ട്. ആ നബിമാരുടെ ഖബറുകളെ അവരും മസ്ജിദുകളാക്കി മാറ്റി. അതിനാൽ അവർ ശാപാർഹരാണ്. പക്ഷേ നസാറാക്കൾ അവരിലേക്ക് ആകെ വന്നത് ഒരു നബിയാണ്, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചിട്ടുമില്ല, അദ്ദേഹത്തിന് ഖബറുമില്ല. അദ്ദേഹം ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. അന്ത്യനാളിനോടനുബന്ധിച്ച് അദ്ദേഹം ഇറങ്ങി വന്നാൽ പിന്നെയാണ് അദ്ദേഹത്തിന് ഖബറുള്ളത്. അപ്പോൾ പിന്നെ എന്തിനാണ് നസാറാക്കൾ ശപിക്കപ്പെട്ടത്? അല്ല, കേസ് ഇതാണല്ലോ, ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അതിനാണല്ലോ ശപിക്കണത്. അപ്പം നസാറാക്കൾ ആരുടെ ഖബറുകളാണ് മസ്ജിദുകളാക്കിയത്? യഹൂദന്മാർ മസ്ജിദുകളാക്കിയത് ഏത് ഖബറുകളാണോ ആ ഖബറുകൾ നസാറാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? മസ്ജിദുകളാക്കിയിട്ടുണ്ട്. മനസ്സിലല്ലേ? യഹൂദന്മാർക്ക് വന്ന നബിമാർ യഹൂദന്മാർക്കുള്ള നബിമാരാണ്. ആ നബിമാരെ നസാറാക്കളും എന്ത് ചെയ്തിട്ടുണ്ട്? അംഗീകരിച്ചിട്ടുണ്ട്. മനസ്സിലല്ലേ? ഇപ്പോൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെയുള്ള സമയത്ത് തന്നെ ഇവിടെ ആരുണ്ട്? സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ട്. അതേപോലെ തന്നെ യഹ്യ ഉണ്ട്. മനസ്സിലല്ലേ? അപ്പോൾ ഇതേപോലെ നബിമാരെ, അതുകൊണ്ടാണ് ഉമ്മു ഹബീബയും ഉമ്മു സലമയും റളിയല്ലാഹു അൻഹുമ അവർ ഹബശീനയിലേക്ക് ഹിജറ പോയവരാണ്. ഹബശീന ക്രൈസ്തവരുടെ നാടാണ്. അപ്പോൾ നസാറാക്കളെ കുറിച്ച് പറയുകയാണ്. അവർ പിന്നീട് ഹിജറ കഴിഞ്ഞ് വന്നതിന് ശേഷം അവർ പറയാണ്, അവരിൽ സാലിഹ്യങ്ങളായ മനുഷ്യന്മാർ മരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവർ ആ മഖ്ബറകളെ മസ്ജിദുകളാക്കുമായിരുന്നു എന്ന് അവർ പറയാണ്. അതാണ് പിന്നെ ഈ ആയിഷമ്മ റിപ്പോർട്ട് ചെയ്യുന്നത്. ആയിഷമ്മൻ്റെ ഈ ഹദീസ് ഉമ്മു ഹബീബയും ഉമ്മി സലമയും പറഞ്ഞാണ് ഇവിടെ പറയണത്. അപ്പോൾ ഈ രോഗം ആർക്കുണ്ട്? യഹൂദരെ പോലെ ആർക്കുണ്ട്? നസാറാക്കൾക്കുണ്ട്. മനസ്സിലായോ? തയ്യബ്. അവരും അതുകൊണ്ടാണ് ശാപാർഹരാകുന്നത്. എന്നിട്ട് വലഹുമ മിൻ ഹദീസി ആയിഷത, വലഹുമ എന്ന് പറഞ്ഞാൽ വലിൽ ബുഖാരി വ മുസ്ലിം, ബുഖാരിയും മുസ്ലിമും അവർക്കുണ്ട്.
ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്താണല്ലോ. വലഹുമ അവർക്ക് തന്നെ ഉണ്ട് മിൻ ഹദീസ് ആയിഷ റളിയല്ലാഹു തആല ആയിഷ റളിയല്ലാഹു തആലയുടെ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഹദീസിൽ എന്താ ഉള്ളത്? കാനു യഹൂദ ക്രൈസ്തവരായിരുന്നു ഇദാ മാത ഫീഹിമുർ റജുലു സാലിഹ്, അവരിൽ ഒരു സ്വാലിഹായ മനുഷ്യൻ മരിച്ചാൽ ബനൗ അവർ നിർമ്മിക്കും അലാ ഖബരിഹി മസ്ജിദൻ, അലാ ഖബരി എന്ന് പറഞ്ഞാൽ അയാളുടെ ഖബറിന്മേൽ, ഖബറും പുറത്ത്, മസ്ജിദൻ പള്ളി. അപ്പോൾ ആയിഷമ്മ പറയാണ് റളിയല്ലാഹു തആല അവരാണ് റിപ്പോർട്ട് ചെയ്യണത്. ആര് പറഞ്ഞതിനനുസരിച്ച് അവർ റിപ്പോർട്ട് ചെയ്യണത്? ഉമ്മു ഹബീബയും ഉമ്മി സലമയും അവർ ഹിജറ കഴിഞ്ഞ് മടങ്ങി എന്നിട്ട് പറഞ്ഞപ്പോൾ ആയിഷമ്മ പറയാണ് കാനു അവർ ജൂത ക്രൈസ്തവർ ഇദാ മാത ഫീഹിം അവരിൽ നിന്ന് മരിച്ചാൽ അർറജുലു സ്വാലിഹ് സാലിഹായ ഒരു മനുഷ്യൻ ബനൗ അവർ നിർമ്മിക്കും അലാ ഖബരിഹി അദ്ദേഹത്തിന് ആ സാലിഹായ മനുഷ്യൻ്റെ ഖബറിന്മേൽ മസ്ജിദൻ പള്ളി, പള്ളി നിർമ്മിക്കും. ഖലാസ് വഫീഹി ആ ഹദീസിലുണ്ട്. കണ്ട ഈ ഹദീസൊന്നും മുഴുവൻ കൊടുത്തിട്ടില്ല, എൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇബ്നു ഹജർ കൊടുത്തിട്ടുള്ളത്. വഫീഹി എന്നിട്ട് ഈ ഹദീസിലുണ്ട്, ആയിഷമ്മയിൽ നിന്നുള്ള ഈ ഹദീസിൽ ഉണ്ട് ഉലായിഖ് അങ്ങനെ മഖ്ബറകളെ മസ്ജിദുകളാക്കി മാറ്റിയവർ, ഉലായിഖ് അക്കൂട്ടർ ഷിറാറുൽ ഖൽഖ്. എന്താ ഷിറാറുൽ ഖൽഖ്? സൃഷ്ടികളിൽ അതിനീചന്മാരാകുന്നു. ഷിറാർ എന്ന് പറഞ്ഞാൽ നീചന്മാർ, ഷിറാറുൽ ഖൽഖ് സൃഷ്ടികളിൽ നീചന്മാർ. അപ്പോൾ മഖ്ബറകളെ മസ്ജിദുകളാക്കുന്നവർ സൃഷ്ടികളിൽ നീചന്മാരാകുന്നു എന്ന് ആ ഹദീസിൽ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഉണ്ടല്ലോ മുസ്ലിം സമൂഹത്തിൽ ഇന്ന് വലിയൊരു ഫിത്നയാണ്, പരീക്ഷണമാണ് എന്ത് ഈ ഏർപ്പാട്, ജൂതനും ക്രൈസ്തവരും ചെയ്ത ഈ ഏർപ്പാട്. പക്ഷേ എത്രയോ ഖബറുകൾ ആരാധിക്കപ്പെടുന്നു. കാരണം എന്താ? ഖബറുകൾ ആരാധനാ സ്ഥലങ്ങളാക്കി മാറ്റി. ആരാധനാ സ്ഥലങ്ങൾ, പള്ളിക്കകത്ത് ഖബറുകൾ ഉള്ള എത്രയോ പള്ളികളുണ്ട്. മനസ്സിലല്ലേ? ഖബറുകളെ ഉള്ള സ്ഥലങ്ങളെ പള്ളികളാക്കി മാറ്റുന്ന പ്രവണത, എന്നിട്ട് ആ ഖബറാളിയെ ആരാധിക്കുന്ന പ്രവണത മുസ്ലിം സമൂഹത്തിൽ വളരെയധികം വ്യാപകമാണ്. എത്രയോ സ്ഥലങ്ങളിൽ ഖബറുകൾ ആരാധിക്കപ്പെടുന്നു. പല മുസ്ലിം നാടുകളിലും ധാരാളക്കണക്കിന് ഖബറുകളാണ് ആരാധിക്കപ്പെടുന്ന രീതിയിൽ പിന്നെ മാറ്റിയിട്ടുള്ളത്. അവരെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഉലായിക ഷിറാറുൽ ഖൽഖ് സൃഷ്ടികളിൽ അവരാകുന്നു ഏറ്റവും നീചന്മാർ. ചില റിപ്പോർട്ടുകളിൽ കാണാം അന്ത്യനാൾ ഇവിടെ സംഭവിക്കുമ്പോൾ ജീവിച്ചിരിപ്പുള്ളവർ അവരും പള്ളികളെ മഖ്ബറകളെ ആരാധനാലയങ്ങളാക്കിയവരുമാണ് ഷിറാറുൽ ഖൽഖ്, അള്ളാഹിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും നീചന്മാരെന്നാണ്. അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ഇവിടെ ആരുടെ മേലാണ് അന്ത്യനാൾ സംഭവിക്കുന്നത്? അവരും പള്ളികളെ ഖബറിടങ്ങളെ ആരാധനാലയങ്ങളാക്കിയവരുമാണ് ഏറ്റവും നീചന്മാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. അല്ലാഹുൽ മുസ്തആൻ. അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാനുണ്ടാക്കിയ സ്ഥലം, അതിൽ പടപ്പുകൾക്ക് സുജൂദ്. അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാനുണ്ടാക്കിയ സ്ഥലം, അതിൽ പടപ്പുകൾക്ക് ഇബാദത്ത്. അള്ളാഹിനോട് ദുആയിരക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥലങ്ങളിൽ പടപ്പുകളോട് ദുആ. അതിനൊക്കെ കാരണം എന്താ? ഈ ഖബർ ജാറം അതിൻ്റെ അകത്ത്, അത് മഖാമായി, ജാറായി, ദരീഹായി, പിന്നെ പള്ളിയിൽ അല്ലെങ്കിൽ പള്ളിയുടെ പരിസരത്ത് നിർമ്മിക്കപ്പെട്ടതാണ്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കട്ടെ. അല്ലാഹു മുസ്തആൻ. അപ്പോൾ ഇവിടെ പള്ളി വൃത്തിയാക്കാൻ പറഞ്ഞു, ഇവിടെ ഒന്നാമത്തെ ഹദീസിൽ. അതേപോലെ തന്നെ സുഗന്ധമയാക്കാൻ പറഞ്ഞു. അത് ബാഹ്യമായിട്ടുള്ള വൃത്തിയാണ് അല്ലേ? ഇവിടെ ഈ ഹദീസ് അറിയിക്കുന്നത് ഏത് വൃത്തിയാണ്? ഈ ഹദീസ് അറിയിക്കുന്നത് ആന്തരികമായിട്ടുള്ള വൃത്തിയാണ്, ആത്മീയമായിട്ടുള്ളതായ വൃത്തിയാണ്. ഷിർക്ക് നജസാണ്, നജാസ മാനവിയ, ആത്മീയമായിട്ടുള്ള പിന്നെ അശുദ്ധി, വൃത്തി.
അതിൽ നിന്നും പള്ളികളെ ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഹദീസുകളുടെ ലഫ്ദുകൾ ആഹ്വാനം ചെയ്യുന്നത്. ഇനി അടുത്ത ഹദീസ്. അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ബഅസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈലൻ ഫജാഅത് ബിറജുലിൻ ഫറബതൂഹു ബിസാരിയത്തിൻ മിൻ സവാരി അൽ മസ്ജിദ്. അൽ ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ് അല്ലേ. طيب അൻ അബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറയിൽ നിവേദനം, ബഅസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈലൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കുതിരപ്പടയെ നിയോഗിച്ചു. ഖൈൽ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം ഖൈലിന്, കുതിരക്ക് ഖൈൽ എന്ന് പറയും, അത് ബഹുവചനായിട്ടും പ്രയോഗിക്കും. ഇവിടെ ഉദ്ദേശം കുറേ കുതിരകളെ പറഞ്ഞയച്ചു എന്നുള്ളതല്ല, പിന്നെയോ കുതിരപ്പടയാളികളെ നിയോഗിച്ചു എന്നുള്ളതാണ്. ഫുർസാനുൽ ഖൈൽ. എന്തിനാ കുതിരക്ക് ഖൈൽ? കുതിരക്ക് പറയുന്ന പേരെന്താ? ഹിസ്വാൻ, ഫറസ്. ഹിസാൻ, ഫറസ്, ഇതൊക്കെയാണ് കുതിരൻ്റെ പേര്. കുതിരക്ക് കുറേ പേരുകളുണ്ട്, അതിൽ ഖൈൽ എന്ന് പേരുണ്ട്. ഖൈൽ ശരിക്ക് ഖുയല. ഇപ്പോൾ തുണി വലിച്ചു കേൾക്കണതിനെ കുറിച്ച് പറഞ്ഞില്ലേ, മൻ ജറ സൗബഹു ഖുയല, വല്ലവരും അഹങ്കരിച്ചുകൊണ്ട് വസ്ത്രം വലിച്ചു വെച്ചാൽ എന്ന് പറഞ്ഞ് അയാൾ അള്ളാഹു നോക്കൂല എന്ന് പറഞ്ഞ്. ആ ഖുയല ആണ് ഇവിടെ, അതിനാണ് ഖൈൽ. മനസ്സിലല്ലേ? ഖുയലാൻ്റെ നടത്തം എന്താ? അഹങ്കരിച്ചുകൊണ്ടുള്ള നികളിപ്പാണ്. കുതിരൻ്റെ നടത്തവും മനസ്സിലായി അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഖൈൽ, കുതിരക്ക് ഖൈൽ എന്നാ പേര്. അല്ലേ? ഒരു നിഗളിച്ച നടത്താണ് കുതിരക്ക്. ഇവിടെ ഖൈൽ എന്നുള്ളത് കുതിരപ്പടയാളികളാണ് അതുകൊണ്ട് ഉദ്ദേശം. ബഅസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈലൻ, കുതിരപ്പടയാളികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ചു. ഫജാഅത്, ആ പടയാളികൾ കൊണ്ടുവന്നു, ബിറജുലിൻ, ഒരു വ്യക്തിയെ, ഫറബതൂഹു, അങ്ങനെ ആ വ്യക്തിയെ അവർ ബന്ധിച്ചു, ബിസാരിയത്തിൻ മിൻ സവാരി അൽ മസ്ജിദ്, പള്ളിയുടെ തൂണുകളിൽ ഒരു തൂണിൽ. സാരിയത്ത് എന്ന് പറഞ്ഞാൽ തൂണ്, സാരിയത്ത് പറഞ്ഞാൽ തൂണ്, സാരിയത്ത് പറഞ്ഞാൽ തൂണ്. സവാരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബഹുവചനാണ്, തൂണുകൾ. മസ്ജിദ് നബവിയിൽ കുറേ തൂണുകളുണ്ട്. ഉസ്തുവാന തൂണ്, കുറേ ഉസ്തുവാനകളുണ്ട്. അതിൽ ഒരു ഉസ്തുവാനയിൽ, ഒരു തൂണിൽ ആ വ്യക്തിയെ ബന്ധിച്ചു. ബിസാരിയത്തി മിൻ സവാരി അൽ മസ്ജിദ് അൽ ഹദീസ്. ഈ ഹദീസിന് കുറേ ശേഷം ഇനിയുണ്ട്, കുറേ ഉണ്ട്. കാരണം അതൊരു ചരിത്രമാണ്, അതിൽ കുറച്ച് ഭാഗം ഞാൻ പറയാം. ആദ്യം നിങ്ങൾ പറയേണ്ട സംഗതി, ഹദീസിലെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കുതിര പടയെ നിയോഗിച്ചു. ആ കുതിരപ്പട ഫജാഅത് ബിറജുലിൻ, ഒരു വ്യക്തിയെ കൊണ്ടുവന്നു. ഫറബതുഹു, ആ വ്യക്തിയെ അവർ സഹാബികൾ ബന്ധിച്ചു, ബിസാരിയത്തി മിൻ സവാരി അൽ മസ്ജിദ്, പള്ളിയുടെ തൂണുകളിൽ ഒരു തൂണിൽ ബന്ധിച്ചു എന്നാണ്. മനസ്സിലായില്ലേ? തയ്യിബ്. എന്തിനാണ് ഇബ്നു ഹജർ റഹിമഹുല്ല ഈ ഹദീസിനെ ഇവിടെ കൊണ്ടുവന്നത്? ബാബുൽ മസാജിദ് ഇവിടെ കൊണ്ടുവന്നത് എന്തിനാ? എന്താ അതിലുള്ള പൊരുൾ? ഞാൻ ചില ആളുകളെ പ്രത്യേകം തിരഞ്ഞെടുത്തിട്ട് ചോദിക്കട്ടെ, എന്തിനാണ് അതവിടെ കൊണ്ടുവന്നത്? ഈ ഹദീസ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നതിൽ എന്താണ് ഇപ്പോൾ ഉള്ളത്? കുറ്റവാളിനെ കൊണ്ടുവരാനാണ് കുതിരപ്പടയെ നിയോഗിച്ചത്. അത് ശരിയാണ്. വിധി പള്ളിയിൽ നടപ്പാക്കാൻ പാടില്ല. ഇനി നമുക്ക് ഹദീസ് വരും ഇൻഷാ അല്ലാഹ്. അതാണ് മനസ്സിലല്ലേ? അവിശ്വാസി പള്ളിയിൽ കയറാമോ ഇല്ലേ എന്നുള്ളതാണ് വിഷയം. ഒരവിശ്വാസിക്ക് പള്ളിയിൽ കയറാമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുതിരപ്പടയെ നിയോഗിക്കണത് എന്തിനാ? കുതിരപ്പടയെ നിയോഗിക്കുന്നത് യുദ്ധത്തിനാണ്, അവിശ്വാസികളോടുള്ളതായ യുദ്ധത്തിനാണ്. ആ യുദ്ധത്തിൽ ഒരാൾ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ ആരാണ്? അവിശ്വാസിയാണ്, കാഫിറാണ്. ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഒരു കാഫിറിനെ കൊണ്ടുവന്നു, അവിശ്വാസിയെ കൊണ്ടുവന്നു, അവർ പള്ളിയിൽ അദ്ദേഹത്തെ തൂണിൽ ബന്ധിച്ചു. പള്ളിക്ക് കുറേ തൂണുകളുണ്ട്, അതിലൊരു തൂണിലാണ് ബന്ധിച്ചത്. അപ്പം ഇനി ചോദ്യം, ആരാണ് ഈ അവിശ്വാസി? ആര് പറയും? ഈ അവിശ്വാസിയുടെ പേരാണ് സുമാമ ഇബ്നുൽ ഉസാൽ. സുമാമനെ കേട്ടിനാ? യമാമയിലെ സുമാമ, അതാണ്.
സുമാമ ഇബ്നുൽ ഉസാൽ അൽ ഹനഫി. ഹനഫി പറഞ്ഞെന്താ? ഹനഫി മതബാരനാ? അല്ലല്ല, അദ്ദേഹം ബനു ഹനീഫ ഗോത്രക്കാരനാണ്. ബനു ഹനീഫ ഗോത്രക്കാരൻ സുമാമ ഇബ്നുൽ ഉസാൽ അൽ ഹനഫി, ബനു ഹനീഫ ഗോത്രക്കാരനാണ്. ഇതിങ്ങനെ കേൾക്കുമ്പോൾ വിചാരിക്കും, ഓ റസൂൽ എന്തോ ഒരു മുസ്ലിമിനെ കൊണ്ടുവന്നിട്ട് പള്ളിയിൽ കെട്ടിയിട്ട്, അതും ചരിത്രത്തിൽ കാണാൻ 3 ദിവസം കെട്ടിയിട്ട് 4-ാമത്തെ ദിവസം ഇസ്ലാം സ്വീകരിക്കണം ഇയാൾ, മനസ്സിലല്ലേ? അപ്പോൾ 3 ദിവസം കെട്ടിയിട്ട് എന്നൊക്കെ വിചാരിക്കും. അത് ചരിത്രത്തിൻ്റെ ഒരു പുറം ഭാഗം വായിച്ചിട്ട് ആളുകളുടെ വിലയിരുത്തലാണ്. യഥാർത്ഥത്തിൽ ഈ ചരിത്രം എന്താണെന്നറിയാം? ഈ ഇതിൽ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു സന്ദേശം ഒരു ദൂതൻ്റെ അടുത്ത് ബനു ഹനീഫയിലേക്ക് കൊടുത്തയച്ചു. ബനു ഹനീഫ എന്നാണ് യമാമയിൽ, മനസ്സിലല്ലേ? മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ ഒക്കെ നാട്. യമാമയിലേക്ക് കൊടുത്തയച്ച് ആ റസൂലുള്ളാഹിൻ്റെ ദൂതനെ ഈ സുമാമ ഇബ്നുൽ ഉസാൽ വധിക്കാൻ ശ്രമിച്ചു. ദൂതന്മാരെ വധിക്കുക എന്നുള്ളത് എന്താണ്? അത് ഒരിക്കലും ഒരു ധർമ്മത്തിലും സ്വീകാര്യമല്ല. ദൂതന്മാർ ആദരിക്കപ്പെടേണ്ടവരാണ് ആരായാലും. ഈ റസൂലുള്ളാഹിൻ്റെ ദൂതനെ ചതിയിൽ വധിക്കാൻ വേണ്ടിയിട്ട് സുമാമ ശ്രമിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് മുഖവിലക്കെടുത്ത്. പിന്നെ റസൂലുള്ള അറിയാണ് ഈ സുമാമ ഇയാൾ അവിടുത്തെ ഭയങ്കര പണക്കാരനാണ്, ബനു ഹനീഫയിലെ വലിയ പണക്കാരനാണ്. മാത്രമല്ല ഇയാൾക്ക് നല്ല ആൾബലമുണ്ട്. തൻ്റെ ആൾബലത്തിൽ സുമാമ ഇബ്നുൽ ഉസാൽ ഉംറയ്ക്ക് വരുന്ന വാർത്ത റസൂലുള്ള അറിഞ്ഞു. ഉംറയ്ക്ക് വരികയാണ്, മുശ്രിക്ക് ഉംറയ്ക്ക് വരികയാണ്, മക്കയിലേക്ക് വരികയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ഈ കുതിരപ്പടയെ നിയോഗിച്ചു. അങ്ങനെ കുതിരപ്പട എന്ത് ചെയ്ത് സുമാമയെ പിടികൂടി. വഴിയിൽ വെച്ച് പിടികൂടി. ഇയാളാണെങ്കിൽ ഇഹ്റാമിലാണ്, ഉംറയ്ക്ക് നിയത്ത് ചെയ്തിട്ട് വരികയല്ലേ. അങ്ങനെ പിടികൂടിയിട്ട് റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് മദീനത്ത് കൊണ്ടുവന്ന്, അങ്ങനെ സഹാബികൾ അദ്ദേഹത്തെ എന്ത് ചെയ്തു? പള്ളിയിൽ കെട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് എന്നും വരും. എന്നിട്ട് ചോദിക്കും, എന്താണ് സുമാമ നിങ്ങളുടെ ഹാല് എന്ന് ചോദിക്കും. എന്താണ് നിങ്ങളുടെ ഖബർ, വിവരം എന്തെന്ന് ചോദിക്കും. അപ്പോൾ ഈ സുമാമ അയാൾ ബന്ദിയാണ്, മുസ്ലിമീങ്ങളുടെ പിടുത്തത്തിലുമാണ്, മനസ്സിലായില്ലേ? എപ്പോഴും ഇയാളുടെ ശിരച്ഛേദം നടത്താം മുസ്ലിമീങ്ങൾക്ക്, ഒരു പ്രശ്നമില്ല. കാരണം അയാൾ അതിന് മാത്രം ചെയ്ത തെറ്റുമുണ്ട്. മാത്രമല്ല റസൂൽ അത് ചോദിക്കുമ്പോൾ അയാൾ പറയുന്ന മറുപടി എന്താ അറിയോ? യാ മുഹമ്മദ് ഇൻ തുരീദു മാലൻ ഉഅ്തീത്. മുഹമ്മദ് എനിക്ക് പൈസ വേണ്ട, സമ്പത്താ വേണ്ട, ചോദിച്ചോ സമ്പത്ത് തരും. ഇയാൾ പ്രതികരിക്കുക റസൂലുള്ളാഹിനോട്. വ ഇൻ മനൻത കരീമൻ, അതല്ല നീ ഫ്രീ ആയിട്ട് വിടുകയാണെങ്കിൽ, ഒരു കരീമായ വ്യക്തിയാണ് നീ വെറുതെ വിടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് അതുകൊണ്ട് വലിയ ഗുണം കിട്ടും. കാരണം ഞാൻ എന്താണ്? ഔദാര്യവാനാണ്. വൈൻ ഖതൽത ദാദം, അതാണ് അയാളുടെ വർത്തമാനം. മുഹമ്മദ് നീ എന്നെ കൊല്ലുകയാണെങ്കിൽ ഖതൽത ദാദം. എന്താ ദാദം എന്ന് പറഞ്ഞാൽ? നിന്നോട് പ്രതികാരം ചോദിക്കാൻ മാത്രം ആൾബലമുള്ള ഒരു വ്യക്തിനെയാണ് നീ കൊല്ലണത്. ആരാ പറയണത്? സുമാമ പറയാണ്. റസൂലുള്ളാഹിൻ്റെ പള്ളിയിൽ അവിടെ തൂണിൽ ബന്ധിക്കപ്പെട്ട ഇയാൾ പറയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് കേട്ടിട്ട് എന്ത് ചെയ്യും? അവിടെ നിന്നാണ് പോകും റസൂലുള്ളാഹി. ഇത് ചോദിക്കും, അയാളിങ്ങനെ പ്രതികരിക്കും. റസൂലുള്ളാഹി അദ്ദേഹത്തെ ഭക്ഷണം കൊടുത്ത് അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടി പറയും. ആ ഭക്ഷണം കൊടുത്തതിനെക്കുറിച്ച് കേൾക്കാം. അയാൾക്ക് റസൂലുള്ളാഹി ഭക്ഷണം കൊടുക്കാണ്. 7 ആടിനെ കറക്കും. 7 ആടിനെ കറന്ന പാല് മുഴുവൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ കുടിക്കും. 7 ആടിനെ. ഇയാൾ ഇസ്ലാം സ്വീകരിച്ചിട്ട് പിന്നെ റസൂലുള്ളാഹി പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാം. അപ്പോൾ ഒരാടിനെ കറന്ന പാൽ കൊടുത്തപ്പോൾ തന്നെ അയാൾക്ക് പള്ളറിഞ്ഞ്, എനിക്ക് വയറെന്നറിഞ്ഞ്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അവിശ്വാസി 7 അമ്മായിൽ കുടിക്കും, മുസ്ലിം ഒരു ആമാശയത്തിലാണ് കുടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസ്മി ചെല്ലുന്നത് കൊണ്ടുള്ള ആ ബർക്കത്ത് കാരണത്താൽ കുറച്ച് കുടിച്ചാൽ മതി, മറ്റൊരു കൂടുതൽ കുടിക്കേണ്ടി വരും എന്ന അർത്ഥത്തിൽ പറയുന്നത് ഈ സംഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. ഏതായാലും ഈ സുമാമ ഇബ്നുൽ ഉസാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇങ്ങനെ പ്രതികരിക്കും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ഒന്നും ചെയ്തില്ല, ചെയ്യാൻ സഹാബത്തിനെ സമ്മതിച്ചതുമില്ല. അടുത്ത ദിവസവും 3 ദിവസം 4-ാമത്തെ ദിവസം വന്നപ്പോൾ റസൂലുള്ളാഹിനോട് ചോദിക്കുമ്പോൾ ഇതന്നെ പറയുന്നത്, ഈ വർത്താനം, പണം വേണോ ചോദിച്ചോ, ഇഷ്ടം പോലെ തരും, വെറുതെ വിടുകയാണെങ്കിലും അതിൽ എനിക്ക് കാര്യം ഉണ്ടാവും, കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ കൊല്ലുന്നത് എന്താണ്? പ്രതികാരം ചോദിക്കാൻ ആളാണ്. അപ്പോൾ റസൂലുള്ളാഹി വെറുതെ വിടാൻ പറഞ്ഞു, കയറൂരി വിടാൻ പറഞ്ഞു. അങ്ങനെ കയറൂരി വിട്ട് അതൊരു ദിവസം
സമയത്താണ്. അങ്ങനെ കയറി ഊരി വിട്ടപ്പോൾ മസ്ജിദ് നബവിയുടെ ബാബുൽ മജീദ് ഉണ്ടല്ലോ, ഇന്നത്തെ ബാബുൽ മലിക് ഫഹദ്, മസ്ജിദ് നബിൻ്റെ ആ ഭാഗത്തേക്കാണ് അയാൾ പോയത്. അങ്ങനെ ആ ഭാഗത്താണ് ബീറുഹ ഉള്ളത്. ബൈറുഹ ഈ പിന്നെ ബാബുൽ മജീദിയിൽ നിന്ന് ഒരു 40-50 മുഴം നീളാണ് അങ്ങോട്ട് ഉണ്ടാവുക. അവിടെയാണ് ബൈറുഹ. ഇന്നും ആ സ്ഥലം ഇപ്പോൾ മസ്ജിദ് നബിൻ്റെ ഉള്ളിലാണ് അടയാളപ്പെടുത്തിയിട്ട് കാണാം. ഏതായാലും സുമാമ പോയി ഈ ബൈറുഹായിൻ്റെ അടുത്ത് വെച്ചിട്ട് കുളിച്ച് വന്ന്, അത് ദുഹ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ദുഹർ നിസ്കരിച്ച്. എന്ന് പറഞ്ഞാൽ എന്തായി, അദ്ദേഹം ഉച്ചക്ക് അവിടെ വെച്ചിട്ട് റസൂലുള്ളാഹിനോട് ഇസ്ലാം സ്വീകരിക്കണ്ടായി. അതേ ഇസ്ലാം സ്വീകരിച്ച്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ച്, സുമാമ നിങ്ങൾക്ക് ഹക്ക് ആദ്യം അറിയാലോ, നിങ്ങൾ വേറെ ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദ്ദേഹത്തെ കെട്ടിയിട്ട ടൈമിൽ കുറേ ക്ലാസ് എടുത്ത് കൊടുത്തിട്ടൊന്നുമില്ല, സഹാബികളും ക്ലാസ് എടുത്ത് കൊടുത്തിട്ടില്ല. പിന്നെ യമാമയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയതെന്തോ അത് തന്നെയാണ് അയാൾക്ക് അപ്പോഴും ഉള്ളത്, ഇസ്ലാം സ്വീകരിച്ചപ്പോഴും ഉള്ളത്. അതുകൊണ്ട് സുമാമ എന്തുകൊണ്ട് നിങ്ങൾ അപ്പം ആദ്യം തന്നെ ഇസ്ലാം സ്വീകരിക്കാതിരുന്നത്? അപ്പോൾ അയാൾ പറയാണ്, ഞാൻ നിങ്ങൾ എന്നെ പിടികൂടിയപ്പോൾ തന്നെ കെലിമ ചൊല്ലിയില്ലെങ്കിൽ മദീനത്ത് വന്ന ഉടനെ തന്നെ കെലിമ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും വാള് കണ്ട് പേടിച്ചിട്ടാണ് കെലിമ ചൊല്ലുന്നത്, വാള് കണ്ട് ഭയന്നിട്ടാണ് കെലിമ ചൊല്ലുന്നത്. ഞാനൊരിക്കലും വാള് കണ്ട് ഭയന്നിട്ടല്ല, ഞാൻ ഇസ്ലാമിനെ മനസ്സിലാക്കി തന്നെയാണ് എന്ത് ചെയ്യണത്, കെലിമ ചൊല്ലുന്നതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളുണ്ട്. ഏതായാലും സുമാമ റസൂലുള്ളാഹിനോട് പറഞ്ഞു, റസൂലെ എനിക്ക് ഞാൻ ഉംറൻ്റെ നിയത്തിലാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം? അപ്പോൾ റസൂലുള്ള പറഞ്ഞു ഉംറ പൂർത്തിയാക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഉംറ പൂർത്തിയാക്കാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹത്തെ മക്കയിലിട്ടിട്ട് ആളുകൾ ഇടങ്ങേറാക്കി. കാരണം മക്കത്ത് അയാളുടെ പണ്ടത്തെ ആളുകളാണ്. ഏതായാലും ചരിത്രം കുറേ കാണാം. ഏതായാലും അത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റിയൊരു വിശാലമായ വിഷയമാണ്. നമ്മളുടെ വിഷയം ഇദ്ദേഹത്തെ പള്ളിയിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ട്, അയാൾ ആരായിരിക്കെ? സുമാമ അമുസ്ലിമായിരിക്കെ. അപ്പോൾ ഒരു അമുസ്ലിം പള്ളിയിൽ പ്രവേശിച്ചാൽ അത് പള്ളിയോടുള്ള മര്യാദകേടാകുമോ, അദബുകേടാകുമോ? അതാണ് ഇവിടുത്തെ വിഷയം. അതിനെന്താ പറയാനുള്ളത്? അതാണ് നമ്മളുടെ വിഷയം. ആ മുസ്ലിമിന് പള്ളിയിൽ കയറാൻ പറ്റുമോ? കയറാം. അപ്പോൾ ഇന്നമൽ മുശ്രികൂന നജസുൻ ഫലാ യഖ്റബുൽ മസ്ജിദൽ ഹറാമ ബഅദ ആമിഹിം ഹാദാ. മുശ്രിക്ക് നജസാകുന്നു, ഈ വർഷത്തിന് ശേഷം അവർ മസ്ജിദുൽ ഹറാമിനോട് അടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് മസ്ജിദുൽ ഹറാമിന് മാത്രമുള്ളതാണ്. ഇങ്ങനത്തെ പള്ളിയിലാകുമ്പോൾ മസ്ജിദുൽ ഹറാം അല്ലാത്ത എല്ലാ പള്ളികളിലും ആ മുസ്ലിമീങ്ങൾക്ക് കയറുന്നതിൽ വിലക്കില്ല എന്നാണ്. മുസ്ലിമിൻ്റെ ഹാജത്തിന് പള്ളിയിൽ കയറാൻ പാടില്ല, അവൻ്റെ ആവശ്യ നിർവഹണത്തിന്. ഇസ്ലാമിൻ്റെ ആവശ്യത്തിന് പള്ളിയിൽ കയറാം. മനസ്സിലായില്ലേ? ഇവിടെ അയാൾ പള്ളിയിൽ കയറിയത് എന്തിനാ? അയാളുടെ ആവശ്യത്തിനാണ് അല്ല. പള്ളിയിൽ അയാൾക്ക് താമസിക്കാനും അവിടെ നിൽക്കാനും അവസരം നൽകിയത് ഇസ്ലാമിൻ്റെ ആവശ്യത്തിനാണ്. അപ്പോൾ ആ ആവശ്യപ്രകാരം പള്ളിയിൽ റസൂലുള്ളാഹിൻ്റെ കാലത്ത് സുമാമയെ കയറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ തായിഫിൽ നിന്ന് സഖീഫ് ഗോത്രം എന്ന പള്ളിയിൽ റസൂൽ താമസിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നജ്റാനിലെ ക്രൈസ്തവർ നജ്റാനിൽ നിന്ന് വന്നപ്പോൾ എന്ത് ചെയ്യുന്നത്, അവരെ പള്ളിയിൽ താമസിച്ചിട്ടുണ്ട്. അത് അവരുടെ ആവശ്യങ്ങൾക്കല്ല, പിന്നെയോ ഇസ്ലാമിൻ്റെ ആവശ്യങ്ങൾക്കാണ്. മനസ്സിലില്ല? ആ നിലക്ക് കയറിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു മുസ്ലിം അയാൾക്ക് പള്ളിയിൽ കയറേണ്ടതായ ചില ആവശ്യങ്ങൾ വന്നു, അപ്പോൾ പള്ളിയിൽ നിന്ന് വെള്ളം എടുക്കണം, മനസ്സിലായില്ലേ? അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഹൈറായ കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അയാളുടെ എന്തെങ്കിലും സങ്കുചിത താല്പര്യങ്ങളോ അല്ലെങ്കിൽ തെറ്റായ പ്രവണതകൾക്കോ അല്ല, അത് മനസ്സിലാക്കണം. പിന്നെയോ ഇസ്ലാമികമായിട്ട് നിരക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മുസ്ലിം പള്ളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതാകാവുന്നതാണ് എന്നുള്ളതാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. അത് പഠിപ്പിക്കാനാണ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് എന്ത് ചെയ്തത്, ഇവിടെ ഈ ഹദീസ് കൊണ്ടുവന്നത്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ വലിയ വീക്ഷണ വ്യത്യാസമുള്ളൊരു മസലയാണത്. ഇമാം മാലിക് റഹിമഹുല്ലയും മദീനക്കാരും അഹ്ലുൽ മദീനയും പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു മുസ്ലിമും ഒരു പള്ളിയിലും കയറാൻ പാടില്ല എന്നാണ്. മുസ്ലിമും ഒരു പള്ളിയിലും കയറാൻ പാടില്ല എന്നുള്ളതാണ്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് മുശ്രിക്കിന് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കാൻ പാടുള്ളതല്ല. മസ്ജിദുൽ ഹറാമിൽ. അപ്പോൾ യഹൂദ ക്രൈസ്തവർ അവർ മുശ്രിക്കിൻ്റെ ഗണത്തിലല്ല, വേദത്തിൻ്റെ ആളുകൾ എന്നുള്ളവർക്ക് അവർക്ക് മസ്ജിദുൽ ഹറാമിൽ കയറാമെന്നാണ് അബൂ ഹനീഫൻ്റെ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വീക്ഷണം. ഇമാം മാലിക് പറഞ്ഞത്
യഹൂദനാവട്ടെ, ക്രൈസ്തവനാകട്ടെ, മുഷിരിക്കാകട്ടെ, ബുദ്ധനാകട്ടെ, ആരാവട്ടെ, മജൂസിയായിട്ട് ആരായാലും ഒരു പള്ളിയിലും കയറാൻ പാടില്ല എന്നാണ്. ഇമാം ഷാഫിയും അതേപോലെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ള അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അവർ പറഞ്ഞത് ഒരു മുശ്രിക്കും ഒരു കാഫിറും എവിടെ പ്രവേശിക്കാൻ പാടില്ല? മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കാൻ പാടില്ലതല്ല. ഒരു മുശ്രിക്കും, യഹൂദനായാലും ക്രൈസ്തവനായാലും ബുദ്ധനായാലും ആരായാലും മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കാൻ പാടുള്ളതല്ല. മസ്ജിദുൽ ഹറാമല്ലാത്ത ഇതര പള്ളികളിൽ ഇതേപോലുള്ളതായ ന്യായങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ മുസ്ലിമീങ്ങൾക്ക് പ്രവേശിക്കുന്നതിൽ വിലക്കില്ല. അതാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം, ഇമാം അഹമ്മദിൻ്റെയും. അതാണ് ശരി, ആ അഭിപ്രായമാണ് ശരി. അതിനാണ് തെളിവിൻ്റെ ബലമുള്ളത്. എന്താ അവസാനം പറഞ്ഞ അഭിപ്രായം? ചിലർക്ക് ഇതിങ്ങോട്ടൊരു ഭാരമായിട്ട് തോന്നുന്നത്, മാലൂമാത്ത് കയറുമ്പോൾ കനപ്പെട്ട മാലൂമാത്ത തോന്നുന്നത്. എന്താ അവസാനം പറഞ്ഞ് ശരിയാണ് എന്ന് പറഞ്ഞ അഭിപ്രായം ഏതാ? ഇമാം ഷാഫിയുടെ അഹ്മദ് ബിൻ ഹംബലിൻ്റെ അഭിപ്രായം പറഞ്ഞത്. എന്താണ് അഭിപ്രായം? കയറാന്നോ? എവിടേക്ക്? സൽക്കാരത്തിന്. മസ്ജിദുൽ ഹറാമിൽ ഒരവിശ്വാസിയും കയറാൻ പാടില്ല. മസ്ജിദുൽ ഹറാം അല്ലാത്ത ഇതര പള്ളികളിൽ ആ മുസ്ലിമീങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ്. മനസ്സിലായി? ഏത് ആവശ്യങ്ങൾക്ക്? അവരുടെ ആവശ്യങ്ങൾക്കല്ല, ഇസ്ലാമികമായി പിന്നെ ഉള്ള ആവശ്യങ്ങൾക്ക്. അതേപോലെ തന്നെ ഇസ്ലാം സമ്മതിക്കുന്നതായ അനുവദിക്കുന്നതായ കാര്യങ്ങൾക്ക്. വാൻഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൽ നിന്ന് തന്നെയുള്ള നിവേദനം. അദ്ദേഹത്തിൽ നിന്ന് പറഞ്ഞാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസ്. വാൻഹു എന്ന് പറഞ്ഞാൽ അവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ നിവേദനം. അന്ന ഉമറ റളിയല്ലാഹു അൻഹു മറ ബി ഹസ്സാൻ റളിയല്ലാഹു അൻഹു. അന്ന ഉമർ മറ ബി ഹസ്സാൻ. അന്ന ഉമറ മറ ബി ഹസ്സാനിൻ. മറ ബി ഹസ്സാൻ, അസ്തഗ്ഫിറുല്ലാഹ്. യൻഷുദു അൻഷദ യുൻഷിദു. طيب ينشد في المسجد. تمام. فلحظ إليه فقال قد كنت أنشد فيه وفيه من هو خير منك. طيب. وعنه أبو هريرة നിവേദനം അന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു മറ ബി ഹസ്സാന. ഹസ്സാൻ്റെ അരികിലൂടെ നടന്നു. മറ എന്ന് പറഞ്ഞാൽ നടന്നു. ബി ഹസ്സാൻ, ഹസ്സാൻ്റെ അരികിലൂടെ. യുൻഷിദു, ഹസ്സാൻ പാടുകയായിരുന്നു. ഫിൽ മസ്ജിദി, പള്ളിയിൽ. പള്ളിയിൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിക്കൊണ്ടിരിക്കെ, കവിത ചൊല്ലിക്കൊണ്ടിരിക്കെ ഉമർ നടന്നുപോയി. ഫലഹദ ഇലൈഹി, അപ്പോൾ ഉമർ ഇങ്ങനെ ഹസ്സാനെ നോക്കി. ലഹള എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു നോക്കി എന്നാണ്. ലഹള. ഫലഹദ ഇലൈഹി, ഉമർ ഹസ്സാനെ സൂക്ഷിച്ചു നോക്കി. ഫഖാൽ, അപ്പോൾ ഹസ്സാൻ പറഞ്ഞു ഖദ് കുൻതു ഉൻഷിദു ഫീഹി. ഖദ് കുൻതു, ഞാനായിരുന്നു. ഉൻഷിദു, കവിത ചൊല്ലുമായിരുന്നു. ഫീഹി എന്നാണ് ഫിൽ മസ്ജിദ്, പള്ളിയിൽ ഞാൻ കവിത ചൊല്ലുമായിരുന്നു. വഫീഹി, ആ പള്ളിയിൽ ഉണ്ടായിരിക്കെ മൻ ഹുവ ഖൈറും മിൻക്, താങ്കളേക്കാൾ ശ്രേഷ്ഠരായവർ പള്ളിയിലുണ്ടായിരിക്കെ ഖദ് കുൻതു ഉൻഷിദു ഫീഹി, പള്ളിയിൽ ഞാൻ കവിത ചൊല്ലിയിരുന്നു എന്ന് ഹസ്സാൻ പറഞ്ഞു. എന്താ ഹസ്സാൻ പറഞ്ഞതിൻ്റെ പൊരുൾ? ഉമറിനേക്കാൾ ശ്രേഷ്ഠരാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലുണ്ടായിരിക്കും ഞാൻ കവിത ചൊല്ലിയിട്ടുണ്ട് എന്ന് ഹസ്സാന് പറഞ്ഞു. ഇവിടെ ഫലഹദ ഇലൈഹി എന്നാണ്. ഹസ്സാന് പള്ളിയിൽ കവിത ചൊല്ലുമ്പോൾ ഉമർ സൂക്ഷിച്ചു നോക്കിയതാണ്. എല്ലാവരും സൂക്ഷിച്ചു നോട്ടല്ല ഉമറിൻ്റെ നോട്ടം. ഉമർ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കുട്ടികളെ കുറിച്ച് പറയില്ല, ഉടുമുണ്ടിൽ, അതേപോലെയാണ് ഉമറിൻ്റെ നോട്ടം. ഉമർ അങ്ങനെയാണ് സൂക്ഷിച്ച് നോക്കിയത്. അപ്പോൾ വേഗം ഹസ്സാന് പറഞ്ഞാണ്. അപ്പോൾ ഇവിടെ ഈ ഹദീസ് അറിയിക്കണത് എന്താണ്? എന്താ ഈ ഹദീസ് അറിയിക്കണ ആശയം? എന്തിനാ ഇബ്നു ഹജർ ഈ ഹദീസ് കൊണ്ടുവന്ന്? പള്ളിയിൽ കവിത ചൊല്ലിയാൽ അത് പള്ളിയോട് മര്യാദകേടാകുമോ അതല്ല അനുവദനീയമാകുമോ? മര്യാദകേടാ? അല്ല, അത് അനുവദനീയാണ്. കാരണം എന്താണ്? ഹസ്സാൻ പള്ളിയിൽ വെച്ചിട്ട് കവിത ചൊല്ലി അദ്ദേഹം പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ ഉണ്ടായിരിക്കും ഞാൻ കവിത ചൊല്ലിയിട്ടുണ്ട് എന്നാണ്. ഹസ്സാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഹസ്സാൻ ആരാ? ഹസ്സാൻ ഇബ്നു സാബിത്ത്
അൽ അൻസാരി അൽ ഖസ്റജി, അദ്ദേഹം അൻസാരിയാണ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ഹസ്സാൻ ഇബ്നു സാബിത്ത് അൽ അൻസാരി അൽ ഖസ്റജി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഖസ്റജ് ഗോത്രക്കാരനാണ്. അദ്ദേഹം സുന്ദരമായിട്ട് കവിത ചൊല്ലുമായിരുന്നു, നല്ല ഭംഗിയുള്ള കവിത ചൊല്ലും. ഉമർ റളിയല്ലാഹു തആല അൻഹു എന്തിനാണ് സൂക്ഷിച്ചു നോക്കിയത്? പള്ളിയിൽ കവിത ചൊല്ലുന്നതിനെ അദ്ദേഹം എതിർത്തു എന്നുള്ളതാണല്ലോ അർത്ഥത്തിൽ. പക്ഷെ അദ്ദേഹം പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഞാനിവിടെ റസൂലുള്ളാഹിൻ്റെ കാലത്ത് ഞാൻ കവിത ചൊല്ലിയിട്ടുണ്ടെന്നാണ്. അതെപ്പോൾ എന്താണെന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുശ്രിക്കുകൾ എതിർത്ത് കവിത ചൊല്ലിയപ്പോൾ അവരെ എതിർക്കാൻ വേണ്ടിയിട്ട് ഹസ്സാനെ കൊണ്ട് റസൂൽ എന്ത് ചെയ്യുന്നുണ്ട്, കവിത ചൊല്ലിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ഇരിപ്പിടോ അല്ലെങ്കിൽ ഒരു മിമ്പറൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്, ഇരുന്നിട്ട് കവിത ചൊല്ലാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തോട് റസൂൽ പറഞ്ഞു, ഹസ്സാൻ നീ മുശ്രിക്കിനെ എതിർത്തിട്ട് കവിത ചൊല്ലിക്കോ, നിങ്ങളെ റൂഹുൽ ഖുദ്സ് ശക്തിപ്പെടുത്തും എന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതകളും ഭയങ്കര, അതുകൊണ്ടാണ് അദ്ദേഹം കവിത ചൊല്ലി അബൂ സുഫിയാനെ സംബന്ധിച്ചിടത്തോളം ആ കവിത ഇരുട്ടിൽ വന്ന് ഏൽക്കുന്ന അമ്പ് പോലെയായിരുന്നു എന്നാണ്. ഇരുട്ടിൽ വന്ന് ഏൽക്കുന്ന അമ്പിനെന്താ പ്രത്യേകത? പകലിൽ അമ്പേൽക്കുമ്പോൾ അല്ല രാത്രി അമ്പേൽക്കണത്. പകലിൽ അമ്പ് വരുമ്പോൾ നമുക്ക് കാണാം ഇന്നോർത്തുന്ന വരുന്നതെന്ന് അല്ലേ. ഇരുട്ടിൽ എവിടുന്ന് വന്നിട്ട് അത് കയറണമെന്ന് അറിയില്ല, വലിയ ഷോക്കായിരിക്കും. അതേപോലെയായിരുന്നു ഹസ്സാൻ്റെ കവിത മുശ്രിക്കീങ്ങൾക്ക് എന്നാണ് പറയുന്നത്. ഏതായാലും പിന്നെ മസ്ജിദിൽ കവിത ചൊല്ലി എന്ന് ഹസ്സാൻ റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പോൾ മസ്ജിദിൽ എന്ത് ചെയ്യില്ല, കവിത ചൊല്ല. പക്ഷേ എല്ലാ കവിത ഒരുപോലെ. അറബിയിൽ ഗസലുണ്ട്, ഗസൽ കേട്ടീണ? അറബിയിൽ നസീബുണ്ട്, അറബിയിൽ അതേപോലെ തന്നെ തശ്ബീബ് ഉണ്ട്. തശ്ബീബ് അറബി കവികളൊക്കെ എന്ത് ചെയ്യുന്നറിയാം, ഒക്കെയല്ല ഏറെക്കുറെ കവികളൊക്കെ ഈ ഒരു പെണ്ണിൽ തുടങ്ങും, ചിലപ്പോൾ വർണ്ണനയിൽ തുടങ്ങും. ആ വർണ്ണന ഒരു പെണ്ണിനെ ലൈറ്റ് തുടങ്ങും. ഇപ്പോൾ കഅബ് ഇബ്നു മാലിക് റസൂലുള്ളാഹിന്റെ മുമ്പിൽ പാടിയപ്പോൾ ബാനത്ത് സുആദ് ഇറട്ടാ തുടങ്ങിയത്. ബാനത്ത് സുആദ് വഖൽബിൽ യൗമ മത്ബൂലു മുതയ്യമുൻ ഇസ്റുഹാ ലം യുത മക്ബൂലു. അവിടെ ബാനത്ത് സുആദ് എന്ന പെണ്ണിനെ പറട്ടാ തുടങ്ങിയത്. മനസ്സിലായി? അത് പിന്നെ കവിതകളുടെ ഒക്കെ പൊതു സ്വഭാവമാണ്. അത് ജാഹിലി. ഇപ്പോൾ ഇംറുൽ ഖൈസ് തുടങ്ങുന്നത് ഖിഫ നബിക്ക് മിൻ ദിക്ര ഹബീബി വ മൻസിലി ബിസിഖ്തില്ലി വ ബൈന ദഖൂലി ഫഹൗമലി എന്ന് പറഞ്ഞിട്ട് കാമുകിയെ തൊണ്ടിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ തറഫ ലി തറഫ തഅത്ലാലുൻ ബിബുർക്കത ലി ഖൗലത അത്ലാലും, തറഫിൻ്റെ കാമുകി ഖൗലയാണ്. അപ്പോൾ ലി ഖൗലത അത്ലാലുൻ ബിബുർക്കത സഹ്മുദി തലൂഹു കബാഖിൽ വഷ്മി ഫി ളാഹിരിൽ യദി. ഇങ്ങനെ മറ്റ് കവികളൊക്കെ എങ്ങനെയാണ്, പെണ്ണിൽ തുടങ്ങും. മനസ്സിലായോ? പക്ഷേ ഗസൽ എന്ന് പറഞ്ഞാൽ ഒരു നിർണിത പെണ്ണല്ല. പിന്നെയോ കവിത തുടങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു പെണ്ണിലാണ് തുടങ്ങിയിട്ടാണ് പോവുകയാണ്. ഇപ്പോൾ കഅബ് ഇബ്നു മാലിക് സുആദ് എന്ന് പറയുന്ന പെണ്ണിലാണ് തുടങ്ങുന്നത്. അതൊരു നിർണിത പെണ്ണല്ല, അയാളുടെ കാമുകിയൊന്നുമല്ല. പിന്നെയോ അങ്ങനെ ഒരു കവിത തുടങ്ങിയിട്ട് പിന്നെ ആ കവിതയിലാണ് കഅബ് ഇബ്നു മാലിക് എന്ത് ചെയ്യുന്നത്, നുബ്ബിഅ്തു ബി അന്ന റസൂലല്ലാഹി ഔഅദനി വൽ അഫ്വു ഇൻദ റസൂലില്ലാഹി മഅ്മൂലു. പിന്നെ എന്ന് തുടങ്ങിയിട്ട് റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്തിട്ട് പിന്നെ വരുന്നത്. പക്ഷേ പെണ്ണിലാണ് തുടങ്ങിയത്. പിന്നീട് എന്താണ്, അനുവദനീയമായിട്ടുള്ള രീതിയിലുള്ളതായ മദ്ഹകളുടെ തുടക്കമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കേട്ടു, സമ്മതിച്ചു, അദ്ദേഹത്തിന് സമ്മാനം അഭയം നൽകി എന്നൊക്കെ നമ്മൾ കേട്ടു. ഇങ്ങനെ തുടങ്ങുന്ന കവിതകൾക്കാണ് ഗസൽ എന്ന് പറയുക. ഏതെങ്കിലും ഒരു പെണ്ണിലാണ് തുടങ്ങും, എന്നിട്ട് പിന്നെ എന്തായിരിക്കും, ഒക്കെ പെണ്ണാവില്ല, സൂക്ഷ്മമായിട്ടുള്ള വർണ്ണനയാവില്ല, പിന്നെ അനുവദനീയമായിട്ടുള്ളതായ വിഷയങ്ങളായിരിക്കും കവിത ഉണ്ടാകുക. അതിനാണ് അറബിയിൽ ഗസൽ എന്ന് പറയുക. പക്ഷേ നസീബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഒരു നിർണിത പെണ്ണിലായിരിക്കും കവിത, അതിനെക്കുറിച്ചുമായിരിക്കും കവിത. പെണ്ണിൻ്റെ വിഷയത്തിൽ ഇങ്ങനെ കവിത പറഞ്ഞിട്ട് അങ്ങനെയാണ് പോകും. അത് ആ പെണ്ണിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞേക്കും. തശ്ബീബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും വിജൃംഭിതമായ കവിതകളാണ്. അങ്ങനെ വികാരത്തെ ഇളക്കി വിടും വിധമുള്ള പിന്നെ കാമവും വർണ്ണനയും അടങ്ങിയ കവിതകൾക്കാണ് തശ്ബീബ് എന്ന് പറയുക. കവിതകൾ ഇങ്ങനെ 3 രീതിയിലുണ്ട് അറബിയിൽ: ഗസൽ, നസീബ്, തശ്ബീബ്. ഗസൽ ഇത് അനുവദനീയാണ്, മനസ്സിലായി? അത്തരം കവിതകൾ അതിൽ പ്രശ്നമല്ല. കാരണം അതിൽ കേവലം ഒരു സ്ത്രീയെ അനുസ്മരിക്കുക പതിവിൽ, എന്നിട്ട് പിന്നെ അനുവദനീയമായ വിഷയങ്ങളിലൂടെയുള്ള പോക്കാണ്. അത്തരം കവിതകളാണ് ഇവിടെ ഉദ്ദേശം. അല്ലെങ്കിൽ പിന്നെ നളുമുകൾ. എന്താ ഷിഅറും നളുമും തമ്മിൽ വ്യത്യാസം? ഇന്നിപ്പോൾ നമ്മളെ വിഷയം ഹദീസ് മാറിയ. ഷിഅറും നളുമും തമ്മിൽ എന്താ വ്യത്യാസം? ഷിഅർ എന്ന് പറഞ്ഞാൽ എന്താ, പ്രാസവും വൃത്തവും ഒത്ത പിന്നെ വരികൾക്കാണ് ഷിഅർ എന്ന് പറയുക. മനസ്സിലായില്ലേ? നളുമ് എന്ന് പറഞ്ഞാൽ
വൈജ്ഞാനിക വിഷയങ്ങളുടെ കോർവയാണ്. നളും പറഞ്ഞാൽ പദ്യങ്ങൾ, അത് വൈജ്ഞാനിക വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അൽഫിയത്ത് ഇബ്നു മാലിക്കിൻ്റെ അൽഫിയ ഉണ്ട്, അതെന്താണ്? നളുമാണ്. കാരണം വ്യാകരണ ശാസ്ത്രത്തിൽ എന്താണ് പിന്നെ ഇതാണ് ബെയ്ത്തുകളാണ്. അതേപോലെ ബൈഖൂനി നളുമാണ്. കാരണം എന്താ? അത് ഉലൂമുൽ ഹദീസിൻ്റെ വിഷയത്തിലുള്ളതായ ബെയ്ത്തുകളാണ്. അതേപോലെ തന്നെ അൽഫിയത്ത് ഇറാഖി പിന്നെ ഉസൂലുൽ ഹദീസുമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയങ്ങളുള്ളതായ ബെയ്ത്തുകളുടെ കോർവയാണത്. അതിനാണ് നളും എന്ന് പറയുക. നളും മനുഷ്യൻ്റെ അഖിലിനോടും ഷിഅർ മനുഷ്യൻ്റെ ഷുഊറിനോടുമാണ് സംവദിക്കുക. ഷുഊർ എന്ന് പറഞ്ഞാൽ വികാരം, ഷുഊർ വികാരം. കവിതകൾ മനുഷ്യൻ്റെ വികാരത്തോടാണ് എന്ത് ചെയ്യുക? സംവദിക്കുക. നളും മനുഷ്യൻ്റെ അഖിലിനോടാണ് എന്ത് ചെയ്യുക? സംവദിക്കുക. മനസ്സിലായില്ലേ? നളും എവിടെ ആകാം? പള്ളിയിലാകാം. കാരണം എന്താ? അത് വൈജ്ഞാനിക വിഷയങ്ങളാണ്, അതാണ് പദ്യങ്ങളായിട്ട് ഉള്ളത്. ഷിഅർ അങ്ങനെയല്ല. ഷിഅർ എല്ലാം പള്ളിയിലാകാൻ പറ്റൂല. ഒരു ഹദീസിൽ കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളികളിൽ ഷിഅർ വിരോധിച്ചിട്ടുണ്ട്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളികളിൽ ഷിഅർ അവതരിപ്പിക്കുന്നതിനെ വിരോധിച്ചിട്ടുണ്ട്. ആ ഷിഅർ ഏതാ? അത് ഹസ്സാൻ പാടുന്ന ഷിഅർ അല്ല. ആ ഷിഅർ ഈ ഷിഅറാണ്, നസീബും തശ്ബീബുമാണ്. ഗസൽ എന്ന് പറഞ്ഞാൽ ഈ ഉറുദുവിൽ പറയുന്ന ഗസൽ അല്ല കേട്ടോ, അത് ആ ഗസൽ എഴുത്ത് ഇങ്ങനെ തന്നെയാണ്. പക്ഷേ അറബിയിൽ ഈ ഈ പ്രയോഗങ്ങൾക്കുണ്ട്, സാങ്കേതിക പ്രയോഗങ്ങൾക്ക് ഒരു പ്രത്യേക മാനുണ്ട്, അത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഗസൽ ഇതിനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പള്ളികളിൽ അനുവദിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ പിന്നെ നളുമും ഗസൽ എന്താ പറഞ്ഞത്? നമ്മൾ ഗസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ചില സ്ത്രീകളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടായി എന്ന് വരും, പക്ഷേ അതൊരു നിർണിത സ്ത്രീ ആകില്ല. പിന്നെയോ ചില കവികളുടെ പതിവാണത് ഇങ്ങനെ സ്ത്രീയിൽ തുടങ്ങിയിട്ട് പിന്നെ അത് ഇങ്ങനെ ഉള്ള അനുവദനീയമായ വിഷയങ്ങൾ, വർണ്ണനകൾ ഇതിൽ പോവുക എന്നുള്ളത്. നസീബ് അങ്ങനെയല്ല, അതൊരു പെണ്ണിനെ നിർത്തിയിട്ടുള്ള പാട്ടാണ്. അവളുടെ പിന്നെ എല്ലാ പിന്നെ ശാരീരിക അഴകും ഭംഗി ഇതൊക്കെ മറ്റേ ഇയാൾ പറഞ്ഞില്ലേ, കറ്റക്കാർ കൂന്തൽ മുടി തല വഴി മുറ്റുമാംസ്യം മറഞ്ഞു കിടക്കുന്ന ചാരു സാരി ഒതുക്കി ചെറുചിരി ചോരും ചോരുവ ചുറ്റു വിടർത്തവൾ എന്നൊക്കെ പറയില്ലേ, അതേപോലെ പിന്നെ പെണ്ണിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതായ കാര്യം ഇതാണ് നസീബ്. അത് പള്ളികൾക്ക് വലിയ പാടുള്ളതല്ല. അതേപോലെ തന്നെ തശ്ബീബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റെന്താണ് ഈ കാമവും അതേപോലെ തന്നെ വികാരവും ഒക്കെ ഇളക്കി വിടുന്നതായ കവിതകളാണ്. ഇവകൾ രണ്ടാണ് പാടില്ലാത്തത്. ഇതിനെ സംബന്ധിച്ചിടത്തോളാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അത് പള്ളിയിൽ അനുവദനീയമാണ് എന്നുള്ളത്. അതേപോലെ തന്നെ നളും. അലാ കുല്ലിൻ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിവേദനം അന്ന ഉമറ മറ ബി ഹസ്സാൻ യുൻഷിദു ഫിൽ മസ്ജിദ് ഫലഹബ ഇലൈഹി ഫഖാൽ ഖദ് കുൻതു ഉൻഷിദു ഫീഹി വഫീഹി മൻ ഹുവ ഖൈറുൻ മിൻക. ഇത് മുത്തഫഖുൻ അലൈഹി മുത്തഫഖുൻ അലൈഹി. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇൻഷാ അല്ലാഹ് നമുക്കിനി പിന്നെ ഇതിനെ തുടർന്ന് കുറച്ചുകൂടി ഹദീസുകളുണ്ട് മസാജിദ് എന്ന ബാബിൽ അടുത്ത ആഴ്ചയിൽ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.